പൊതുവെ ഞാൻ നേരിട്ട് കുട്ടികളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാണ് ഫിസിക്സ് എടുത്തത്, എന്തിനാണ് കെമിസ്ട്രി എടുത്തത്, എന്തിനാണ് ഇക്കണോമിക്സ് എടുത്തത്, അല്ലെങ്കിൽ ബികോമും BBA എന്തിനാണ് എടുത്തതെന്ന് പൊതുവെ നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പൊ പലരും പല ഉത്തരങ്ങളാണ് തരാം. പലരും പല കോൺസെപ്റ്റുകളും പല അപ്രോച്ചുകളും അവരുടേതായ കുറെ ഫിലോസഫികളുണ്ട് അവർക്ക്, സെലക്ഷനും അല്ലെ. നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ നോർമലി നമ്മൾ ചോയ്സസ് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പോഴും നമ്മൾ ചില ഗ്രൂപ്പിൽ ഇപ്പൊ എന്താ കമ്പനിക്കാരെ ഒരുത്തം വന്നിട്ട് എന്നോട് പറഞ്ഞു, സാർ ഞാൻ BBA പോകണം. ഞാൻ പറഞ്ഞു നന്നായി. എന്താ BBA എടുക്കാൻ കാരണം എന്താ? BBA എടുക്കാൻ നമ്മുടെ കമ്പനിക്കാരൊക്കെ എടുക്കുന്നുണ്ട്, അപ്പൊ അവരുടെ കൂടെ അങ്ങ് പോവാണ്. ഒരു ദിവസം ഒരുത്തം വന്നിട്ട് എന്നോട് ഞാൻ ബാംഗ്ലൂർക്ക് പോകണം. ഞാൻ നല്ല കാര്യം, കണ്ടിട്ട് വരാൻ. അല്ല ബാംഗ്ലൂർ കാണാൻ പോകണല്ല, പഠിക്കാൻ പോണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ എന്ത് പഠിക്കാൻ? അത് ഞാൻ BA ലിറ്ററേച്ചർ ഇംഗ്ലീഷ്. ഏത് കോളേജിന്റെ പേര് പറഞ്ഞു. ഞാൻ വെച്ചാൽ എന്തിനാ ആ കോഴ്സ് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, എന്തിനാ ബാംഗ്ലൂർക്ക് പോണത്? അത് അവിടെ പോയാല് നമ്മള് കുറെ ആളുകളുണ്ട്, കമ്പനിക്കാരുണ്ട്, അവരുടെ കൂടെ പോകാം. പിന്നെ ഇംഗ്ലീഷ് പഠിക്കാം. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോതായ സ്റ്റൈലുകളുണ്ട്. ഒരു ചോയ്സസിന് അവരൊരു ഒട്ടുമിക്ക ആളുകളും ഗോയിങ് വിത്ത് ഗ്യാങ്. അത് സ്റ്റുഡൻസ് ആവാം, അവരുടെ ക്ലാസ്മേറ്റ്സ് ആവാം, അവരുടെ കൂട്ടുകാരാവാം. അങ്ങനെ പലതും സംഭവിക്കുന്നുണ്ട്. പല രീതിയിലും ആളുകൾ ചൂസ് ചെയ്യും. മറ്റു ചില ആളുണ്ടാവും സെറ്റിംഗ് ഗ്രൗണ്ട് റൂൾസ് പോകും. അപ്പൊ ഞാൻ എഞ്ചിനീയറിംഗിനും മെഡിസിനും ഒന്നും പോകില്ല, ഞാൻ ആകെ എന്താ പറയാ ഒരു ഡിഫറെന്റ് ആയിരുന്നു അങ്ങനെ വെക്കുന്ന ആൾ. എഞ്ചിനീയറിംഗും മെഡിസിനും ഒന്നും ഞാൻ പോകില്ല. അങ്ങനെ വന്ന ആളുകളുണ്ട്, എന്നോട് വന്നിട്ട് പറഞ്ഞ എനിക്ക് എഞ്ചിനീയറിംഗും വേണ്ട മെഡിസിനും വേണ്ട. ഞാൻ ചെന്താ അതെല്ലാവരും എടുക്കുന്ന കോഴ്സാണ്. പിന്നെ കുറച്ചുകൂടി ഡിഫറെന്റ് ആയ സാധനം ചെയ്യും. അങ്ങനെ ചൂസ് ചെയ്യുന്ന ആളുകൾ. ചില ആളുകൾ ഭയങ്കര പ്രെജുഡൈസ്ഡ് ആയി. ഒരുത്തം വന്നിട്ട് എന്നോട് പറഞ്ഞു, സാർ എനിക്ക് കുറച്ച് ഡിഫറെന്റ് ആയതുകൊണ്ട്. ഞാൻ പറഞ്ഞു ഡിഫറെന്റ് ആയതെന്ന് പറഞ്ഞാൽ ആരും എടുക്കാത്തതായിരിക്കും. ഞാൻ ചോദിച്ചാൽ എന്താ ആരും എടുക്കാത്തത്? മറ്റേതൊക്കെ എല്ലാവരും എടുക്കണല്ലേ, അപ്പൊ അത് പോയിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമൊന്നും ഉണ്ടോ? ഞാൻ പറഞ്ഞു ഡിഗ്രി അല്ലേ നിനക്ക് പഠിക്കാൻ ആഗ്രഹം. അപ്പൊ പറഞ്ഞു അതെ നീ സയൻസ് അല്ലേ? അതെ. അപ്പൊ ഈ വല്ല ഫിസിക്സോ കെമിസ്ട്രിയോ ഫിസിക്സ് ഒക്കെ എടുത്തിട്ട് കാര്യമില്ല സാർ. ഞാൻ പറഞ്ഞു എന്താ കാരണം എന്താ? ഒരു പഞ്ചില്ലാന്നോ? ഫിസിക്സിനൊന്നും ഒരു പഞ്ചില്ല. ഞാൻ ചോദിച്ചു എന്നാ പിന്നെ ഇലക്ട്രോ മൈക്രോ ബയോളജിക്കൽ ഫിസിക്സ് കമ്പ്യൂട്ടർ സയൻസ് പ്ലസ് പൊളിറ്റിക്കൽ അടിപൊളി. അപ്പൊ കേൾക്കാൻ രസമുള്ളത് അല്ലെങ്കിൽ കോഴ്സുകളെ കുറിച്ചുള്ള നമ്മുടെ പ്രജുഡൈസസ് ആണ് നമ്മളെ പലപ്പോഴും സെലക്ഷനിലേക്ക് അല്ലെങ്കിൽ ട്രെൻഡുകൾ. അടുത്തത് ഭയങ്കര സ്കോപ്പ് ഉള്ളതാണ് സൈക്കോളജി. അല്ലെങ്കിൽ അടുത്ത 2 കൊല്ലത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടാകാൻ പോകുന്നത് ഫോറൻസിക് സയൻസിനാണ്. അതുകൊണ്ട് അതിലേക്ക് ഇങ്ങനെ എന്തെങ്കിലും ട്രെൻഡുകൾ കേട്ടിട്ട് വരുന്ന ആളുകളും ഉണ്ടാവും. പലപ്പോഴും മെജോറിറ്റി ഇന്ത്യയിൽ ഈ ഔട്ട്ലുക്ക് മാഗസിൻ നടത്തിയൊരു സർവേ ഉണ്ട്. ഇന്ത്യയിൽ കരിയർ ചൂസ് ചെയ്യുന്ന കുട്ടികളുടെ 72% പാരന്റ്സിന്റെ കരിയർ ചോയ്സസിലേക്ക് പോകും. നമ്മളതാണ് ഈ ഗോയിങ് വിത്ത് ദ ഗ്യാങ് ഉദ്ദേശിച്ചത്. അതാണ് ഫ്രണ്ട്സ് ഉണ്ടാവാം, സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് ഉണ്ടാവാം, പാരന്റ്സ് ഉണ്ടാവാം. സത്യത്തിൽ പാരന്റ്സ് അതിൽ നിരപരാധികളാണ്. അവര് നിർബന്ധിച്ചു കൊണ്ടുവരണമെന്നല്ല. അത് സംഭവിക്കുന്നത് എന്താ? നിങ്ങൾ ആലോചിച്ച് നോക്കിയ 12th ഒക്കെ കഴിയാറായപ്പോൾ നിങ്ങളോടോ നിങ്ങളുടെ പാരന്റ്സോ ടീച്ചേഴ്സോ ഒക്കെ ചോദിച്ചിട്ടുണ്ടാവും അല്ലെ, എന്താണ് ഇനി അടുത്ത പരിപാടി? ഇപ്പൊ നല്ലൊരു കൂട്ടരും ആദ്യം പറയും ഇത് തന്നെ കഴിയട്ടെ, എന്നിട്ടല്ലേ അടുത്ത്. മനുഷ്യൻ കുടുങ്ങിയിരിക്കുകയാണ്. അല്ലെങ്കിൽ രണ്ടാമത്തെ ടീം സ്വാഭാവികമായിട്ട് ചോദിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു റെസ്പോൺസ് ഉണ്ടാവും, രസകരമായി വളരെ ലാഘവത്തോടെ. എന്താന്നറിയില്ല, ഏതെടുക്ക, അല്ല എന്താ പ്ലാൻ, എന്താ അറിയില്ല. ചോയ്സസ് വല്ലതും ഫിക്സ് ചെയ്തിട്ടുണ്ടോ? ഒന്നുമില്ല. എന്നാ പിന്നെ മാർക്ക് കൂടുതലുള്ള നിന്റെ കൂട്ടത്തിൽ സബ്ജക്ട് കൂടുതൽ മാർക്ക് കൂടുതലുള്ള ഫിസിക്സ് ആയാലോ? ആയിക്കോട്ടെ. അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിൽ ഇക്കണോമിക്സിനാണല്ലോ നിങ്ങൾക്ക് കൂടുതൽ മാർക്കുള്ളത്, അതെടുത്താലോ? എന്നാ അതെടുക്കാം. നമ്മൾ നോർമലി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാം, നമ്മളൊരു സ്റ്റൈൽ അനുസരിച്ച് വി ആർ പുട്ടിംഗ് ദ ഡോട്ട്സ്. നമുക്കൊരു വളരെ ഡെഫിനറ്റ് ആയ ഒരു അൾട്ടിമേറ്റ് ആയ എയിം ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? വിൽ ഡു ഇക്കണോമിക്സ് ആഫ്റ്റർ യുവർ ഹ്യൂമാനിറ്റീസ്. Then after that automatically you will switch go for MA economics. MA economicsന് ശേഷം ടീച്ചിങ്ങിൽ ഇൻട്രസ്റ്റ് ഇല്ല, പിന്നെ എന്ത് ചെയ്യും? അറിയില്ല. ഇതാണ് നമ്മുടെ ഒരു സ്റ്റൈൽ. ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്ന ഇട്ട് വെച്ചൊരു ഡോട്ടിലേക്ക് ബാക്കി ഡോട്ടുകളെയും കുത്തുകളെയും യോജിപ്പിക്കുന്ന ഒരു ബാക്ക്വേർഡ് കരിയർ പ്ലാനിങ് നമുക്ക് ഉണ്ടായിരിക്കണം എന്നാ. 5 കൊല്ലം കഴിഞ്ഞാൽ, 10 കൊല്ലം കഴിഞ്ഞാൽ, 3 കൊല്ലം കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മളുടെ പൊസിഷൻ?
നമ്മൾ കൃത്യമായിട്ട് പൊസിഷൻ ചെയ്യാൻ നമുക്ക് കഴിയണം. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ 2016 വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. വേൾഡ് ബാങ്ക് എല്ലാ വർഷവും തീം ഓറിയന്റഡ് ആയി ഒരു ടോപ്പിക് ഓറിയന്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ്, ഒരു സർവേ റിപ്പോർട്ടാണ് ഈ വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. 2016 ഇറങ്ങിയ വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ടിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വർത്തമാനം എംപ്ലോയ്മെന്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സർവേ ആയിരുന്നു. 2030 ആകുമ്പോഴത്തേക്കും ലോകത്തുള്ള ജോബുകളുടെ 80% ഇല്ലാതാവും. 80% ഒരു സുപ്രഭാതത്തിൽ ശൂന്യമായി പോകും എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. മറിച്ച് നിലവിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റികൾ സ്റ്റൈലുകൾ മാറുകയും തൊഴിൽ സംസ്കാരങ്ങളും തൊഴിലിടങ്ങളും തൊഴിൽ അവന്യൂസും മാറുകയും പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഡെവലപ്പ് ചെയ്ത് വരികയും ചെയ്യും എന്നാ പറഞ്ഞത്. ബ്ലോക്ക് ചെയിനും ബിറ്റ്കോയിനും ട്രാൻസ്പോർട്ടേഷനും ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസും ഓട്ടോമേഷനും എല്ലാം ഉണ്ടാക്കുന്ന മാറ്റങ്ങളാണ്. നിങ്ങൾ ആലോചിക്കുക, അടുത്ത 5 വർഷം രസകരമായ മാറ്റങ്ങൾക്ക് സാക്ഷിയാകും നമ്മളും ലോകവും. ഒന്നാമത്തത് ഡേറ്റ സയൻസ്. ഡേറ്റയാവും അടുത്ത നൂറ്റാണ്ടിന്റെ ഓയിൽ എന്നാ പറയുന്നത്. അടുത്ത നൂറ്റാണ്ടിന്റെ ഓയിൽ ഡേറ്റയായി മാറും. ഇനി ഒരു ലോകയുദ്ധം ഉണ്ടാവുമെങ്കിൽ അത് ഡേറ്റ ബേസ് ചെയ്തുണ്ടായി. 3D പ്രിന്റിംഗ്, അഡിറ്റീവ് മാനുഫാക്ചറിംഗ്, ഫാക്ടറികളിൽ നിന്ന് വീടുകളിൽ പ്രിന്റ് ചെയ്തെടുക്കുന്ന മാനുഫാക്ചർ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറും. സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ ഏതാണ്ട് 2025 ആകുമ്പോഴത്തേക്കും 10 മില്യൺ ഓട്ടോണമസ് വെഹിക്കിൾസ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ഗ്രോത്ത് ഭയങ്കരമായിരിക്കും. ഏതാണ്ട് 36% ആനുവൽ ഗ്രോത്ത് രേഖപ്പെടുത്തി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഭൂതപൂർവമായ വളർച്ച നേടുന്ന അടുത്ത 4-5 വർഷങ്ങൾക്കുള്ളിൽ. ദെൻ മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട ഓൺലൈൻ എഡ്യൂക്കേഷൻ. നമ്മൾ തന്നെ സാക്ഷികളാകുന്ന, നമ്മൾ തന്നെ കാണുന്ന ഒരു ചിത്രമാണ്. മറ്റൊന്ന് റിന്യൂവബിൾ എനർജി. ഈ റിന്യൂവബിൾ എനർജി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. റിന്യൂവബിൾ എനർജിയും അതുപോലെ തന്നെ ഓട്ടോണമസ് കാറുകളും ലോക സാമ്പത്തിക ക്രമത്തെ മുച്ചൂടും മാറ്റും. നമുക്കതങ്ങനെ പെട്ടെന്നൊന്നും ഫീൽ ചെയ്യില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 2015 വിയന്ന സമ്മിറ്റിൽ ഒരു തീരുമാനം എടുത്തു. എന്താണ് ആ തീരുമാനം? ലോകരാജ്യങ്ങൾ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചുള്ള ചർച്ച നടക്കുമ്പോൾ അതിനൊരു പരിഹാരം എന്ന നിലക്ക് സജസ്റ്റ് ചെയ്തത് 2022-2023 ആവുമ്പോഴത്തേക്കും ഇന്ന് ഉപയോഗിക്കുന്ന ഫോസിൽ ഫ്യൂലുകൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന വാഹനങ്ങളുടെ എണ്ണം 30% കുറയ്ക്കണമെന്നാണ് എന്ത് ചെയ്തത്? തീരുമാനിച്ചത്. അങ്ങനെ തീരുമാനിച്ചാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? അത് കാര്യമായി സാരമായി ഓയിൽ ഇക്കണോമിയെ ബാധിക്കും. ഓയിലുമായിട്ട് ബന്ധപ്പെട്ട ബൈ പ്രോഡക്ട്സുകളുടെ ഒരു സെയിൽസും മാർക്കറ്റിംഗ് ഒക്കെ നന്നാവുമെങ്കിലും ഓയിൽ ഇക്കണോമി, പെട്രോളും ഡീസലും ഒക്കെ കാര്യമായിട്ട് അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ലോക സാമ്പത്തിക ക്രമത്തിന്റെ ഒരു രീതി തന്നെ, ബാലൻസ് തന്നെ മാറ്റിമറിക്കും അല്ലെ? ഒരു പക്ഷേ ഒരു മിഡിൽ ഈസ്റ്റിന്റെ ട്രെൻഡുകൾ ആഫ്രിക്കയിലേക്കോ മറ്റു രാജ്യങ്ങളിലേക്കോ നീങ്ങുന്ന ഒരു അവസ്ഥ വരും എന്നൊക്കെ പറയുന്നത്. എന്തോ ആയിക്കോട്ടെ, റിന്യൂവബിൾ എനർജി ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ മിനിമം കേരളത്തെയെങ്കിലും അത് സാമ്പത്തികമായി നന്നായി സാരമായി ബാധിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്, സാധ്യതയുണ്ട്. ബ്ലോക്ക് ചെയിനും ക്രിപ്റ്റോ കറൻസിയും അതുപോലെ സൈബർ സെക്യൂരിറ്റി, ഓൺലൈൻ എഡ്യൂക്കേഷനുകളും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ ഉപഭോഗം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഡേറ്റ സെക്യൂരിറ്റി എന്ത് ചെയ്യും? ഞാൻ പറയുന്നത് ഈ 4-5 ഘടകങ്ങൾ, ഈ 8ഓളം ഘടകങ്ങൾ ലോകത്തിന്റെ കരിയർ കൾച്ചറിനെ തന്നെ എന്ത് ചെയ്യും? സെലക്ഷൻ കൾച്ചറിനെ തന്നെ സാരമായി ബാധിക്കും. ഊബർ പുറത്തിറക്കിയ ഡ്രൈവർലെസ് വെഹിക്കിൾ അത് വിജയകരമായി യാത്ര തുടർന്നത്. മെഴ്സിഡീസ് ബെൻസ് കാർ കമ്പനി 2025 ഇറക്കാൻ പോകുന്ന ഫ്യൂച്ചർ ട്രക്ക് എന്ന് പറഞ്ഞ സാധനം. ഇതിന്റെ പ്രത്യേകത എന്താ? സാധാരണ ഇടറോഡുകളിൽ നിന്ന് മെയിൻ റോഡിലേക്ക്, വലിയ പാതകളിലേക്ക്, ഹൈവേകളിലേക്ക്, എക്സ്പ്രസ് ഹൈവേകളിലേക്ക് കയറ്റിയിട്ട് കഴിഞ്ഞാൽ ഓട്ടോമേറ്റഡ് ആയ വെഹിക്കിൾ വളരെ കൃത്യമായി 200, 300, 400, 500 കിലോമീറ്ററുകൾ തുടർച്ചയായിട്ട് ഡ്രൈവറുടെ സഹായമില്ലാതെ തന്നെ ഓട്ടോമേറ്റഡ് സിസ്റ്റം മൂലം യാത്ര ചെയ്യും. ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. 2-3 ദിവസം തുടരാം. ഡ്രൈവർക്ക് സുഖമായിട്ട് ഉറങ്ങാം, ഡ്രൈവർക്ക് ഗെയിം കളിക്കാം, ഡ്രൈവർക്ക് നാട്ടുകാരോട് സംസാരിക്കാം, ഫോൺ വിളിക്കാം, എല്ലാം ചെയ്യാം. എത്തേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് എത്തിക്കും. അപ്പൊ ഇത്തരം ട്രക്കുകൾ വരാൻ പോകുന്നു. വളരെ വലിയ ചേഞ്ചുകളാണ് വരാൻ പോകുന്നത്. നിങ്ങൾ നോക്കിയേ, ആമസോണിന്റെ രസകരമായ ഒരു വസ്തു നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആമസോൺ കൊണ്ടുവരാൻ പോകുന്ന രസകരമായ കുറെ മാറ്റങ്ങൾ, പ്രത്യേകിച്ച്
2018-ലോ 17-ലോ അവർ അമേരിക്കയിൽ വലിയൊരു റോബോട്ടിക് കമ്പനി അങ്ങനെ തന്നെ വാങ്ങി. അപ്പൊ നമ്മൾ വിചാരിച്ചത് ഈ റോബോട്ടിക് കമ്പനി മൂപ്പര് റോബോട്ടുകൾ ഉണ്ടാക്കി വിൽക്കാൻ പോവുകയാണ്. പക്ഷെ സംഭവിച്ചത് അവർ പറഞ്ഞത് ആമസോൺ അതിന്റെ ഡെലിവറി ബോയ്സിനെ റോബോട്ടുകളാക്കി മാറ്റാൻ പോകുക, റോബോട്ടുകളാക്കി റീപ്ലേസ് ചെയ്യാൻ പോകുക. രസകരമായ മാറ്റങ്ങൾ. അതുപോലെ തന്നെ ആമസോണിന്റെ ഫ്ലൈയിങ് വെയർഹൗസസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഡിജിറ്റൽ ആൻഡ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് നമ്മുടെ മുമ്പിൽ വളരെ കൃത്യമായിട്ട്, വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണുന്ന ഒരു സാധനമാണ്. ഹാർഡ് കോപ്പി റീഡിങ്ങിൽ നിന്നും മാറിയ ആളുകൾ വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷനിലേക്ക് മാറുന്നു, വെർട്ടിക്കൽ റീഡിങ്ങിലേക്ക്, അല്ലേ? മൊബൈൽ യൂസ് ചെയ്യുന്നു, മൊബൈൽ തന്നെ ക്ലാസ് റൂം, മൊബൈൽ തന്നെ TV, മൊബൈൽ തന്നെ ന്യൂസ് ഡെയിലി, ഇതൊക്കെ ആയിട്ട് മാറുകയാണ്. ദെൻ ഹെൽത്ത് കെയറിൽ റോബോട്ടുകൾ എൻഗേജ് ചെയ്യുന്നത്, ഒക്കാഡോ പോലുള്ള കമ്പനികൾ ഇ-കൊമേഴ്സിൽ റോബോട്ടുകൾ എൻഗേജ് ചെയ്യുന്നു. ദെൻ ബ്ലോക്ക് ചെയിനും ബിറ്റ്കോയിനും, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിൽ റോബോട്ടുകൾ യൂസ് ചെയ്യുന്നത്, സോളാർ കാറുകൾ വരുന്നത്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ഫോട്ടോണിക്സിന്റെ സ്വാധീനം, ഹൈപ്പർ ലൂപ്പുകളുടെ വരവ്, ഇ ലേണിംഗ് പ്ലാറ്റ്ഫോമുകൾ, റിന്യൂവബിൾ, ഇതെല്ലാം കൃത്യമായ ചില മാറ്റങ്ങൾ. ഞാൻ പറയുന്നത് അതുകൊണ്ട് വരാൻ പോകുന്ന ടെക്നോളജിക്കൽ എന്താ പറയാ ഡെവലപ്മെന്റ്, സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഡെവലപ്മെന്റിനെ മനസ്സിൽ കണ്ടുകൊണ്ട് വരാൻ പോകുന്ന കൊഴിഞ്ഞു പോക്കുകൾ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായ ഒരു ഡിസ്റപ്ഷൻ പ്ലാൻ 2025-2030 വേണ്ടി നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. കാരണം നിങ്ങളൊക്കെ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ആണ്. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ഇപ്പൊ ജോയിൻ ചെയ്തതേ ഉള്ളൂ. 22nd നിങ്ങൾ ഫസ്റ്റ് ഇയറും 23rd നിങ്ങൾ സെക്കൻഡ് ഇയറും 24th നിങ്ങൾ തേർഡ് ഇയറും ഫൈനൽ ഇയറും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ PGയിലേക്കോ ആഡ് ഓൺ കോഴ്സിലേക്കോ മാസ്റ്റേഴ്സിലേക്കോ അല്ലെങ്കിൽ പല പ്രൊഫഷണലോ നോൺ പ്രൊഫഷണലോ വാട്ട് എവർ ഇറ്റ് ഈസ് അങ്ങനെ പോയി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഏകദേശം 2025-2026 ആകും. ലോക സാങ്കേതിക വിദ്യകളുടെയും സയൻസിന്റെയും മാറ്റങ്ങളുടെ ക്ലൈമാക്സ് പോയിന്റിലായിരിക്കും നിങ്ങൾ നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് കൃത്യമായൊരു ധാരണ, ഒരു ഫിലോസഫി, ഒരു സ്ട്രാറ്റജി നമുക്ക് ഉണ്ടാവണം. എന്താണ് ആ സ്ട്രാറ്റജി? നമ്പർ 1, നിങ്ങൾ നിങ്ങളുടെ സ്കിൽസിനെ ഐഡന്റിഫൈ ചെയ്യുക. ആദ്യം ചെയ്യേണ്ട വർത്തമാനം. നമ്മൾ പല കുട്ടികളും വന്നിട്ട് എന്നോട് ചോദിക്കും, സാർ നല്ലൊരു കോഴ്സ് പറഞ്ഞിരിക്കും, നല്ല കോഴ്സ് പറഞ്ഞാൽ ഏറ്റവും ഡിമാൻഡ് ഉള്ളത്, ഏറ്റവും സ്കോപ്പ് ഉള്ളത്, പെട്ടെന്ന് ജോലി കിട്ടുന്നത്. ഒരുത്തം വന്നിട്ട് എന്നോട് പറഞ്ഞാൽ എനിക്ക് ഒരു കൊല്ലത്തിൽ കൂടുതൽ പഠിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ, അടുത്ത ഒരു കൊല്ലം കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ജോലി വേഗം കിട്ടണം. പിന്നെ ഒരു 10-20,000 രൂപയെ കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഒരു 50,000 രൂപയിൽ കൂടുതലെങ്കിലും സാലറി കിട്ടണം. നോക്ക്, ആളുകളുടെ ഒരു അതിനെ കുറ്റം പറയാൻ പറ്റൂല, അതിനെ കുറ്റം പറയാൻ പറ്റില്ല. ഒരുത്തം വന്നിട്ട് എന്നോട് BSc കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞാൽ എന്ത് കിട്ടും? അതാണ് അവരുടെ ചോദ്യം. അതാണ് നമ്മളൊരു സ്ഥലം വിറ്റാൽ എന്ത് കിട്ടും, സ്വർണം വിറ്റാൽ എന്ത് കിട്ടും എന്ന ലാഘവത്തോടെ ചോദിക്കുന്നത്. ആ ചോദ്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, നിഷേധിക്കാൻ പറ്റില്ല. അത് സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ചോദ്യം. പക്ഷെ എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്, പലപ്പോഴും നമ്മുടെ രീതികളുടെ ഒരു കുഴപ്പമാണ്. ഒരുത്തം വിളിച്ച് എന്നോട് പറഞ്ഞു, സർ നല്ല കോഴ്സാണ്. നല്ല കോഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നും പഠിക്കാനുണ്ടാവരുത്, ഒന്നും പഠിക്കാനുള്ളത് കോഴ്സ്. മക്കളെ മൈക്ക് മ്യൂട്ട് ചെയ്യട്ടോ, പഠിക്കാനില്ലാത്ത കോഴ്സ് ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ വരുന്ന ആളുകളുണ്ട്. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. കോഴ്സുകൾ സെലക്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, കോഴ്സുകൾ സെലക്ട് നമ്മുടെ ഒരു സ്കിൽസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക ഫസ്റ്റ്. മറ്റൊന്ന്, ഫ്യൂഷൻ കരിയേഴ്സിന്റെ ഒരു കാലമാണ് വരാൻ പോകുന്നത്. BSc ഫിസിക്സിൽ നിന്ന് ന്യൂറോ സയൻസ് അതിന്റെ കൂടെ ചെയ്യാം. ഫിസിക്സ് കഴിഞ്ഞ ഒരാൾക്ക്, കെമിസ്ട്രി കഴിഞ്ഞ ഒരാൾക്ക് നാനോ ടെക്നോളജിയിലേക്ക് മാറാം. ഇക്കണോമിക്സ് കഴിഞ്ഞ ആൾക്ക് ബിസിനസ് ഇക്കണോമിക്സിലേക്ക് മാറാം, ബിസിനസ് അനലിറ്റിക്സിലേക്ക് മാറാം. കോമ്പിനേഷൻ കരിയേഴ്സും ഫ്യൂഷൻ കരിയേഴ്സും. ഫ്യൂഷൻ കരിയേഴ്സ് എന്ന് പറയുമ്പോൾ ഒരേ സമയം ഒന്നിലധികം. നിങ്ങൾ നോക്ക്, ഒരു വെർട്ടിക്കൽ ഗ്രോത്ത് എന്നത് ഇനി കരിയറിൽ എന്ത് ചെയ്യില്ല, അസാധ്യമാണ്. ഒരു ഏരിയ മാത്രം ഫോക്കസ് ചെയ്ത് അതിൽ മാത്രം എക്സ്പെർട്ടീസ് ഉണ്ടാക്കുക എന്നുള്ളത്. എക്സ്പെർട്ടീസ് ഉണ്ടാക്കണം എല്ലാത്തിലും. ഒപ്പം ആഡ് ഓൺ ആയ ഒരുപാട് സാധനങ്ങൾ. BCom പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചുള്ള അയാൾ ടാക്സേഷനും പഠിക്കണം, അക്കൗണ്ട്സും അയാൾ കൈകാര്യം ചെയ്യണം, ഫിനാൻസ് മാനേജ്മെന്റും എന്ത് ചെയ്യേണ്ടി വരും. അപ്പൊ ഒരു ഫ്യൂഷൻ ആയിരിക്കും. അതോടൊപ്പം അയാൾ ഇൻഷുറൻസ് ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, അറ്റ് എ ടൈം ആഡ് ഓൺ ചെയ്യേണ്ടി വരും. കോമ്പിനേഷൻ കരിയറിൽ ഞാൻ നേരത്തെ പറഞ്ഞ നാനോ കെമിസ്ട്രിയോട് നാനോയെ ചേർക്കുന്നത്, ഫുഡ് സയൻസിനോട് മാനേജ്മെന്റ് ചേർക്കുന്നത്. അപ്പൊ കൃത്യമായി ആ കോമ്പിനേഷൻ കരിയർ. മറ്റൊന്ന്, ഒരു ഡൈവേഴ്സിറ്റി അറിയണം. ഓരോന്നിന്റെയും ഡൈവേഴ്സിറ്റി. ഹിസ്റ്ററി എന്ന് പറഞ്ഞ ടീച്ചർ ആവാൻ മാത്രം ഉള്ളതല്ല ശരി. ആർക്കിയോളജിയിലും മ്യൂസിയോളജിയിലും ന്യൂമിസ്മാറ്റിക്സിലും, അതോടൊപ്പം ഹിസ്റ്ററി കഴിഞ്ഞിട്ട് ആൾക്ക് ട്രാവൽ ആൻഡ് ടൂറിസത്തിലേക്ക് മാറാം. കാരണം ഹിസ്റ്റോറിസിറ്റി സെർച്ച് ചെയ്തുകൊണ്ടുള്ള യാത്രകളാണല്ലോ നമ്മുടെ ടൂറുകളെല്ലാം. ദെൻ ബാക്ക്വേർഡ് കരിയർ പ്ലാനിങ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഇന്ന് കഴിഞ്ഞ് നാളെന്ത്, മറ്റന്നാളെന്ത്, അങ്ങനെ പോകുന്നതിന് പകരം ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ എന്റെ ജോലി, എന്റെ പൊസിഷൻ എങ്ങനെ ആയിരിക്കണം, അതിനുവേണ്ടി എത്തണം. ഒരുത്തം വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു
ഒരു 10 കൊല്ലം 15 കൊല്ലം കഴിഞ്ഞാൽ എന്റെ ഫോട്ടോ പത്രത്തിൽ വരണം. ഞാൻ പറഞ്ഞു എങ്ങനെ നീ വിഷ്വലൈസ് ചെയ്യുന്നു? അവൻ പറഞ്ഞു ഞാൻ 5 കൊല്ലം 10 കൊല്ലം കഴിയുമ്പോഴത്തേക്കും എനിക്ക് ദേശീയ അവാർഡ് അല്ലെങ്കിൽ നോബൽ പ്രൈസ് അല്ലെങ്കിൽ എന്താ പറയാ ഇൻഫോസിസ് അവാർഡ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിയെന്ന്. എന്തിന് കിട്ടി? ക്യാൻസറിനൊക്കെ മരുന്ന് കണ്ടുപിടിച്ചിട്ട് കിട്ടി. നോക്ക് ഈ ഒരു സ്റ്റൈൽ. അപ്പൊ ക്യാൻസറിന് മരുന്ന് കണ്ടുപിടിച്ചിട്ട് കിട്ടാം. ഒരുത്തം വന്നിട്ട് പറഞ്ഞു എനിക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണറാ 10-20 കൊല്ലം കഴിഞ്ഞ. ഞാൻ അതെന്താ? പറഞ്ഞ നാട്ടിൽ ഉപയോഗിക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്ന മുഴുവൻ കറൻസിയിലും എന്റെ സിഗ്നേച്ചർ ആയിരിക്കും, എന്നെ അടയാളപ്പെടുത്തുന്ന അതിലൂടെ ആയിരിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു കുഞ്ഞ് അതിലെത്താൻ നീ എന്താ പ്ലാൻ ചെയ്യുന്നത്? അതിലേക്ക് എത്താൻ എന്താ നിന്റെ പ്ലാൻ? അവൻ പറഞ്ഞു ഞാൻ സിവിൽ സർവീസ് എടുക്കും. ഞാൻ പറഞ്ഞു സിവിൽ സർവീസ് മാൻഡേറ്ററി അല്ലല്ലോ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ആവാൻ. അതറിയാം സാർ, പക്ഷെ അത് കിട്ടിയാൽ നല്ലതാണ്. ഇല്ലെങ്കിൽ അവൻ പറഞ്ഞു രഘുറാം രാജൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ആയത് മാനേജ്മെന്റിൽ അദ്ദേഹത്തിന്റെ PhD സ്കില്ലും കൊണ്ടാണ്. ഓക്കെ ഗുഡ്, കൊള്ളാം, എനിക്ക് ഇഷ്ടമായി. പിന്നെ അതല്ലെങ്കിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് ഇക്കണോമിക്സിലെ PhD അദ്ദേഹത്തിന്റെ സ്കില്ലും കൊണ്ടാണ് അദ്ദേഹം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ആയത്. അപ്പൊ നോക്ക്, ഞാൻ ഒന്നുകിൽ മാനേജ്മെന്റിൽ PhD അല്ലെങ്കിൽ ഇക്കണോമിക്സിൽ PhD. ഒന്ന് നോക്ക്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ, അതിനു മുമ്പ് സിവിൽ സർവീസ്, അതിനു മുമ്പ് PhD ഇക്കണോമിക്സിലോ മാനേജ്മെന്റിലോ, അതിനു മുമ്പ് ഞാൻ ചോദിച്ചു അതിനു മുമ്പ് എന്താ നിന്റെ പ്ലാൻ? അപ്പൊ അവൻ പറഞ്ഞു എന്നോട് പറഞ്ഞു ഒന്നുകിൽ ഞാൻ MBA എടുക്കും അല്ലെങ്കിൽ ഞാൻ MA ഇക്കണോമിക്സ് എടുക്കും. അതിനു മുമ്പ് ഒന്നുകിൽ BTech എടുക്കും അല്ലെങ്കിൽ ഞാൻ BA ഇക്കണോമിക്സ് എടുക്കും. അതിനു മുമ്പ് അവൻ എന്നോട് പറഞ്ഞു +2 വിത്ത് മാത്സ് കമ്പ്യൂട്ടർ സയൻസ്. ബയോളജി എനിക്ക് താല്പര്യമില്ല, കാരണം ഞാൻ ബയോളജി വെറുതെ പഠിക്കണ്ടല്ലോ. നോക്ക് ഈ ഒരു കരിയർ പ്ലാനിങ് നോക്കി നിങ്ങൾ എന്ത് കൃത്യമായിട്ടാണ് അവൻ പ്ലാൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ അവസാനത്തു നിന്ന് ആദ്യത്തിലേക്കാണ് പ്ലാൻ ചെയ്യുന്നത്. ഈ ഒരു സ്റ്റൈൽ അതോടൊപ്പം ഒരു ഫ്യൂച്ചറിസ്റ്റിക് പ്ലാനിങ്, വരാൻ പോകുന്ന ടെക്നോളജിക്കൽ ചേഞ്ചസ്, ഇക്കണോമിയിലും ഇൻഡസ്ട്രിയിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ച്. ടോയോയോ എന്ന് പറഞ്ഞ ലേഡിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 2015 നോബൽ പ്രൈസാണ്, മെഡിസിനിലെ നോബൽ പ്രൈസാണ്. രസകരമായിരുന്നു അവരുടെ പ്രത്യേകത. ജീവിതത്തിൽ ആ നോബൽ പ്രൈസ് വാങ്ങുന്നവരെ അവര് ചൈനക്ക് വെളിയിൽ പോയിട്ടില്ല, അവർക്ക് PhD ഇല്ല, അവർക്ക് ഡോക്ടർ അല്ല, അവര് ഡോക്ടറേറ്റും ഇല്ല. അതുകൊണ്ട് ഇവർ അറിയപ്പെടുന്ന 3 നോസ് എന്നാണ്. എന്തിനാണ് അവർക്ക് മെഡിക്കൽസിലെ നോബൽ പ്രൈസ് കിട്ടിയത്? അവർക്ക് കിട്ടിയത് അവർ ആന്റി മലേറിയ വാക്സിൻ ഡെവലപ്പ് ചെയ്തതിന് മെഡിസിൻ. അവർ പഠിച്ചത് കെമിസ്ട്രിയാണ്. മാസ്റ്റർ കെമിസ്ട്രിയിൽ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി വെച്ചുകൊണ്ട് അവരുടെ സ്വന്തം ലാബിലും കോളേജിലെ ലാബിലും അവർ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിലെ ലാബിലൊക്കെ പരീക്ഷണങ്ങൾ നടത്തി ചെയ്തതാണത്. അവർ കെമിസ്ട്രി പഠിച്ചുകൊണ്ടിരിക്കെ നിരന്തരം ഒരു എക്സ്പ്ലോറിംഗ് മൈൻഡ് ഉള്ള ഒരു ആള്, ഒരു പെർസ്യൂവിങ് മൈൻഡ് ഉള്ള ഒരാള്, അതിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ആലോചിക്കുക, നിങ്ങളെ സംബന്ധം മമ്പാട് MES കോളേജ് എന്നൊക്കെ പറയുന്നത് അതൊരു ഒരുപാട് റിസർച്ച് ഓറിയന്റേഷന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കോളേജ്. അപ്പൊ അവിടെ തന്നെ നിങ്ങളുടെ സുവോളജി ഡിപ്പാർട്ട്മെന്റ്, അവിടുത്തെ സാറിന് ഒരുപാട് ഫെലോഷിപ്പ് കിട്ടിയ ഒരു രാജേഷ് സാറൊക്കെ ഉണ്ട് അവിടെ. അതിൽ മാത്രമല്ല ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഇക്കണോമിക്സിലുണ്ട്. സിവിൽ സർവീസ് കേരളത്തിൽ കോച്ചിങ് കൊടുത്ത് അതൊരു കൾച്ചറാക്കി മാറ്റിയ കുറെ അധ്യാപകരുണ്ട്. മാത്സിലെ അഗ്രഗണ്യന്മാർ, കരിയർ ഗൈഡൻസിൽ വ്യവസ്ഥാപിതമായ ഒരു സിസ്റ്റം കോളേജിന് ഡെവലപ്പ് ചെയ്ത സാബിക് സാറിനെ പോലുള്ള ആള്, ഒരുപാട് ആളുകളുണ്ട് അവിടെ. ആ റിസോഴ്സസിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് വളരെ ഈസി ആയിട്ട് എത്താം. അപ്പൊ ശരിക്കും അടുത്ത 3 കൊല്ലം അതിനുള്ളതായിരിക്കണം. ശരി, റൂത്ത് പൊറാട്ടിനെ കുറിച്ച് നിങ്ങൾ CFO ആണ്, ഗൂഗിളിന്റെ CFO ആണ്, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ. നിങ്ങൾ ആലോചിച്ച ഇക്കണോമിക്സ് ആണ് അവർ പഠിച്ചത്, ഗ്രാജുവേഷൻ, അണ്ടർ ഗ്രാജുവേഷൻ. ദെൻ പിന്നെ ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സ്, പിന്നെ MBA. അപ്പൊ ഇക്കണോമിക്സിൽ നിന്ന് MBA എന്ന് പറഞ്ഞ കോമ്പിനേഷനിലേക്ക്, ഇക്കണോമിക് സർവീസ് മാത്രമല്ല, ഇക്കണോമിക്സ് കഴിഞ്ഞ് ടീച്ചിങ് മാത്രമല്ല, ഇക്കണോമിക്സ് കഴിഞ്ഞ് സിവിൽ സർവീസ് മാത്രമല്ല, ഇക്കണോമിക്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാനേജ്മെന്റിലേക്കും വരാം. റൂത്ത് പൊറാട്ടിന്റെ പ്രത്യേകത എന്താ? മോർഗൻ സ്റ്റാൻലിയിലാണ് വർക്ക് ചെയ്തത്. 2016 അവർ ഗൂഗിളിലേക്ക് മാറുന്നത് വരെ നീണ്ട 30 വർഷം അവരുടെ ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവര് നമുക്ക് റോൾ മോഡൽ ആകുന്നത് അവിടെയാണ്. 2ാം ബറാക് ഒബാമ മിനിസ്ട്രി അധികാരത്തിൽ വന്ന ടൈമിൽ ഇവർക്ക് ഓവൽ ഓഫീസിൽ നിന്ന് കോള് പോയി, അമേരിക്കൻ പ്രസിഡന്റ് ഓഫീസിൽ നിന്ന് അവർക്കൊരു കോള് ചെയ്യുന്നു. കോളിൽ എന്താ പറഞ്ഞു, നിങ്ങൾക്ക് അമേരിക്കൻ സ്റ്റേറ്റ് ട്രഷറിയുടെ സെക്രട്ടറി ആവാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. ധനകാര്യമന്ത്രി ആവാൻ പറ്റുമെന്ന് നമ്മുടെ പ്രധാനമന്ത്രി നിങ്ങൾ ആരെങ്കിലും വിളിച്ച് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലത്തെ ഒരു ഫീലിംഗ് ആണ്. അവർ പറഞ്ഞു അത് പറ്റില്ല, മോർഗൻ സ്റ്റാൻലി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയില്ല, അതിനൊരു വഴിക്ക് ആക്കിയിട്ട് ഞാൻ വേണമെങ്കിൽ വരാം, അപ്പൊ ആലോചിക്കാം. അപ്പൊ ഉണ്ടെങ്കിൽ നോക്ക്, ഭയങ്കര കമ്മിറ്റ്മെന്റ് ആയിരുന്നു. അവർ ഗൂഗിളിലേക്ക് മാറി 2016 അന്താരാഷ്ട്ര നെഗോഷിയേഷൻസിന്റെ ഭാഗമായിട്ട് 2016 ഗൂഗിളിലേക്ക് മാറി. ചെന്നപ്പോ തന്നെ ക്യാൻസർ, 5-6 മാസം അതിന്റെ ഒരു എന്താ പറയാ ചികിത്സയൊക്കെ ആയിട്ട്. ഒരു
ആനുവൽ ഷെയർ വാല്യൂ നോക്കിയാൽ നിങ്ങൾ ആനുവൽ 455 കോടിയാണ് ആനുവൽ ഷെയർ വാല്യൂ. ഇന്ത്യയിൽ സിഇഒ ആയിട്ട് വർക്ക് ചെയ്യുന്ന പല ആളുകൾ 250 കോടിയൊക്കെ വാങ്ങുന്ന ആളുകളുണ്ട്. 200 ഇപ്പൊ ആനം. ഞാൻ പറഞ്ഞത് നല്ല പൈസ മാത്രമല്ല കേട്ടോ കരിയറിന്റെ ഓറിയന്റേഷൻ, പക്ഷെ പൈസ ആവശ്യത്തിന് വേണം. ദെൻ നോക്ക്, നിങ്ങൾ ഓപ്പണിങ്സ് നോക്ക്. ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ നിങ്ങൾക്കൊരു സൂചന തരാൻ ആഗ്രഹിക്കുന്നത്, നമുക്കൊരു അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം കഴിഞ്ഞാൽ, ഡിഗ്രി കഴിഞ്ഞാൽ ചെയ്യുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസ്, അത് കോഴ്സ് ഓറിയന്റഡ് ഉണ്ട്, ജോബ് ഓറിയന്റഡ് ഉണ്ട്. നമുക്ക് പെട്ടെന്ന് ചില ആളുണ്ട് ഭയങ്കര ആവേശത്തിൽ നമ്മൾ ഫിസിക്സ് പഠിക്കണം, കെമിസ്ട്രി പഠിക്കണം, ഇക്കണോമിക്സ് പഠിക്കണം, ഹിസ്റ്ററി പഠിച്ച് റിസർച്ചിനൊക്കെ പോകണം എന്നൊക്കെ ആഗ്രഹിച്ചു വരും. പക്ഷെ എന്തെങ്കിലും ഒരു വീട്ടിലെ അവസ്ഥകളോ വീട്ടിലെ സിറ്റുവേഷനോ അല്ലെങ്കിൽ നമ്മളുടെ തന്നെ പേഴ്സണൽ ഇഷ്യൂസോ ഒക്കെ ബാധിച്ച് ചിലപ്പോൾ എന്ത് ചെയ്യും, ആ ഒരു ഹയർ ലെവലിൽ കുറെ അങ്ങ് പോകുന്നതിനെ കുറിച്ചുള്ള ചിന്തകൾ തൽക്കാലം മാറ്റിവെക്കും. ജീവിതത്തിൽ എന്ത് സംഭവിക്കാം, എന്ത് സംഭവിച്ചാലും നമ്മൾ കൃത്യമായിട്ട് ഒരു കരിയർ ഓർബിറ്റിൽ എത്തണം. അതുകൊണ്ട് പെട്ടെന്ന് ജോലി കിട്ടുന്ന ചെറിയ കോഴ്സ്, പിന്നെ ഉണ്ടാവും ചില ആൾക്ക് പഠിക്കാനൊക്കെ താല്പര്യമുണ്ട്, അത് എടുത്ത ഇക്കണോമിക്സ് തന്നെ ആവണമെന്നില്ല, എടുത്ത കെമിസ്ട്രി തന്നെ ആവണമെന്നില്ല, എടുത്ത സുവോളജി തന്നെ ആവണമെന്നില്ല. എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ, എന്തെങ്കിലും ഓപ്ഷൻസ് ഇത് വേറെ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക് അവരുടെ സ്പെസിഫിക് PG പ്രോഗ്രാമുകൾ, അവർക്കുള്ള റിസർച്ച് ഓപ്പണിങ്സ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഓപ്പൺ ടു ഓൾ കോഴ്സുകൾ, ഇത്തരം കാര്യങ്ങളാണ് ഞാനിന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് അതൊന്ന് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ച് പോവാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് നമ്മൾ ഭയങ്കര രസമാണ്, ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതണം. ഫിസിക്സും മാത്സും കമ്പ്യൂട്ടർ സയൻസും പഠിക്കുന്ന ആളുകൾക്ക് ജസ്റ്റ് എഴുതാം, ജോയിന്റ് എൻട്രൻസ് സ്ക്രീനിങ് ടെസ്റ്റ് എഴുതാം. ഇതെ നോക്കി നിങ്ങൾ സുവോളജിയും മൈക്രോബയോളജിയും അതുപോലെ ഫിസിക്സും കെമിസ്ട്രിയും മാത്സ് ഒക്കെ പഠിച്ച ആൾക്ക് CFSL സെൻട്രൽ ഫോറൻസിക് സയൻസ് ലാബ്സ് എഴുതാം, ഗേറ്റ് എഴുതാം ഗ്രാജുവേറ്റ് തലത്തിൽ പോലും. ഇക്കണോമിക്സ് പഠിച്ചവന് പോലും ഇംഗ്ലീഷ് പഠിച്ച ആൾക്കും ഇക്കണോമിക്സ് പഠിച്ച ആൾക്കും സൈക്കോളജി പഠിച്ച ആൾക്കും ഗേറ്റ് എക്സാമിനേഷൻ എഴുതാം. ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് എഞ്ചിനീയർമാർക്ക് IIT-കളിൽ ഹയർ സ്റ്റഡീസിലും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഉള്ളതാണ്. അതേസമയത്ത് ഇക്കണോമിക്സിലും അതുപോലെ തന്നെ സൈക്കോളജിയിലും ന്യൂറോ സയൻസിലൊക്കെ ഹയർ സ്റ്റഡീസിൽ ഇത് ഉപയോഗിക്കാം. ഇനാറ്റ്, ഇന്ത്യ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് ടെസ്റ്റ്, ISRO-ന്റെ ടെസ്റ്റ്, DRDO-ന്റെ ടെസ്റ്റ്, ബാർക്കിന്റെ ടെസ്റ്റ്, എയർ ട്രാഫിക് കൺട്രോൾ. എനിക്ക് നിങ്ങളോട് നിങ്ങളോട് പറയാനുള്ളത്, ഈ പരീക്ഷകളിൽ ഏതെങ്കിലും ഫോക്കസ് ചെയ്തിട്ട് പഠിച്ചാൽ പോലും നിങ്ങൾ എവിടെയെങ്കിലും എത്തും. ഒരു ചെറിയ ഉദാഹരണം, ATC, എയർ ട്രാഫിക് കൺട്രോളർ. +2 തലത്തിൽ ഫിസിക്സ് മാത്സ് പഠിച്ച് ഡിഗ്രിക്ക് മാത്സോ ഫിസിക്സോ ഡിഗ്രി എടുത്ത ആളുകൾക്കൊക്കെ ഈ ടെസ്റ്റ് എഴുതാം. സിവിൽ ഏവിയേഷൻ, ഡിഫൻസിൽ വരുമ്പോൾ BTech വേണം കേട്ടോ. സിവിൽ ഏവിയേഷനിൽ ATCക്ക് ട്രൈ ചെയ്യാം. ATCക്ക് ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ജോലി എന്താ, കൺട്രോളിംഗ് ടവറിൽ നിന്ന് ക്രാഫ്റ്റുകളുടെ ടേക്ക് ഓഫ് ലാൻഡിങ്ങും കൺട്രോൾ ചെയ്യുന്ന ആളാണ്. കമ്പൈൻഡ് എൻട്രൻസ് എക്സാം ഫോർ ബയോടെക്നോളജി ഉണ്ട്, അത് GGAP എന്നുണ്ടായിട്ടുണ്ട് ഇപ്പൊ. ദെൻ അതുപോലെ GCAT എന്നുണ്ട്. ദെൻ ബയോടെക്നോളജി എലിജിബിലിറ്റി ടെസ്റ്റ് ഉണ്ട്. നല്ല രസകരമായ ഓപ്ഷനാണ്. OCS, ഓറിയന്റേഷൻ കോഴ്സ് ഫോർ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആൻഡ് സയൻസ് പോസ്റ്റ് ഗ്രാജുവേറ്റ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് അഡ്മിഷൻ ടെസ്റ്റ്, ജോയിന്റ് അഡ്മിഷൻ ടെസ്റ്റ് ഫോർ MSc കോഴ്സസ്, ജോയിന്റ് ഗ്രാജുവേറ്റ് GBILS എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ട്. GBILS എന്താ, ജോയിന്റ് ഗ്രാജുവേറ്റ് എൻട്രൻസ് എക്സാം ഫോർ ബയോളജി ആൻഡ് ഇന്റർഡിസിപ്ലിനറി ലൈഫ് സയൻസ് എന്ന് പറഞ്ഞ എക്സാം. എന്തൊക്കെ ഓപ്ഷൻസ് ഉള്ളത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റമിക് എനർജി. ഞാൻ പറഞ്ഞത് ഇമാതിരി ടെസ്റ്റുകളെ കുറിച്ചൊരു ധാരണ. അതുപോലെ ഇന്ത്യൻ ഇക്കണോമിക് സർവീസ് എക്സാം ഉണ്ട്, സിവിൽ സർവീസ് എക്സാം ഉണ്ട്, ജുഡീഷ്യൽ സർവീസ് ഉണ്ട്, ലീഗൽ സർവീസ് ഉണ്ട്, കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ. ഇങ്ങനത്തെ എക്സാമുകൾ ഞാൻ പറഞ്ഞത് ശരിക്കും അടുത്ത 3 കൊല്ലം. മക്കളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ കയ്യിൽ നല്ല വൃത്തിയുള്ള ഒരു 3 കൊല്ലം കിട്ടണം. നല്ല റിസോഴ്സസ് നിങ്ങളുടെ കോളേജ് ക്യാമ്പസിലുണ്ട്, നല്ല ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഈ സൗകര്യങ്ങളെയും അവിടുത്തെ സംവിധാനങ്ങളെയും കൃത്യമായിട്ട് യൂസ് ചെയ്ത് അടുത്ത 3 കൊല്ലം നിങ്ങൾ പ്ലാൻ ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടും. ഞാൻ എല്ലാ കുട്ടികളും പറയാനുള്ളത്, നിങ്ങൾ അടുത്ത 3 കൊല്ലം എന്റെ കൂടെ പോരാ. എന്റെ കൂടെ പോരാന്ന് പറഞ്ഞാൽ പെട്ടിയും കിടക്കുകയും മാതാരം എടുത്ത് പോരാന്നല്ല ഉദ്ദേശിച്ചത്. 1 മണിക്കൂർ നിങ്ങൾ തന്നാൽ മതി. 1 മണിക്കൂർ നിങ്ങൾ തരുമെങ്കിൽ അടുത്ത 3 കൊല്ലം പ്ലസ് 1 കൊല്ലം കൂടി പ്ലാൻ ചെയ്ത് ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ എത്തിയിരിക്കും, ഉറപ്പാണ്. അത് പ്ലാൻ ചെയ്യണം കൃത്യമായിട്ട്. GBILS എന്ന് പറഞ്ഞ എക്സാം ഒന്ന് ആലോചിച്ച് നോക്കിയേ. കെമിസ്ട്രിക്കാർക്കും ഫിസിക്സുകാർക്കും സുവോളജിക്കാർക്കും ഒക്കെ എഴുതാം ഈ ടെസ്റ്റ്. ബയോകെമിസ്ട്രിക്കാർക്കും മൈക്രോബയോളജിക്കാർക്കും ഒക്കെ എഴുതാം. ഈ ടെസ്റ്റ് എഴുതുന്നത് എന്തിനാ? ജോയിന്റ് ഗ്രാജുവേറ്റ് എൻട്രൻസ് എക്സാം ഫോർ ബയോളജി ആൻഡ് ഇന്റർഡിസിപ്ലിനറി സയൻസ് എന്ന് പറയുന്നത്, ലൈഫ് സയൻസ് എന്ന് പറയുന്നത് ശരിക്ക് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് നടത്തുന്ന ടെസ്റ്റാണ്. എന്തിനാ അത്? ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം, MSc പ്ലസ് PhD. ശ്രദ്ധിക്കണേ, BSc കഴിഞ്ഞ ആൾക്ക് MSc PhD എവിടെ ചെയ്യാം? സെന്റർ ഫോർ സെൽ ആൻഡ് മോളിക്കുലർ ബയോളജിയിൽ, സെന്റർ ഫോർ DNF കമ്പ്യൂട്ടിംഗ് ആൻഡ് ഡയഗ്നോസ്റ്റിക്സിൽ, നാഷണൽ സെന്റർ ഫോർ ബയോളജിക്കൽ സയൻസിൽ,
നാഷണൽ സെന്റർ ഫോർ സെൽ സയൻസിൽ ഈ ടെസ്റ്റ് എഴുതി പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ MSc ചെയ്യാം. ഇതല്ല അതിന്റെ അട്രാക്ഷൻ. ഇതിന്റെ അട്രാക്ഷൻ എന്താ? ഇത് കംപ്ലീറ്റ് കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കെ നിങ്ങൾക്ക് MSc പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് ഇങ്ങോട്ട് സ്റ്റൈപ്പൻഡ് കിട്ടും 10-25,000 രൂപയിൽ കുറയാതെ. അതാണ് ഇതിന്റെ അട്രാക്ഷൻ. അപ്പൊ ശരിക്കും നിങ്ങൾ ഈ 3 കൊല്ലം എന്ത് ചെയ്താൽ മതി? ഈ പറഞ്ഞ രീതിയിൽ ഈ ഒരു ജോയിന്റ് ഗ്രാജുവേറ്റ് എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്താൽ മതി. നിങ്ങളുടെ മെറ്റീരിയൽസും കുറച്ച് കളക്ട് ഒക്കെ ചെയ്ത് അവിടുത്തെ സംവിധാനങ്ങൾ യൂസ് ചെയ്ത് ഒന്നും മെനക്കെട്ട സുഖമായിട്ട് കയറാൻ പറ്റുന്നതേ ഉള്ളൂ. ദെൻ അതുപോലെ തന്നെ ന്യൂക്ലിയസ്, നിങ്ങൾ നോക്കി, നിങ്ങൾക്ക് ന്യൂക്ലിയർ സയന്റിസ്റ്റ് ആവണം എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഫോറൻസിക് സയന്റിസ്റ്റ് ആവണം. ന്യൂക്ലിയർ സയന്റിസ്റ്റ് ആവാൻ സാഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബേസിക് സയൻസിൽ പോയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. അല്ലെങ്കിൽ ഫോറൻസിക് സയൻസ് പഠിക്കാൻ നാഷണൽ സെന്റർ ഉണ്ട്, ലോക്നായക് ജയപ്രകാശ് നാരായൺ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറൻസിക് സയൻസ് ആൻഡ് ക്രിമിനോളജി ഡൽഹിയിൽ. അവിടെ പോയി പഠിക്കാം. പക്ഷെ അവിടെ പഠിച്ചതുകൊണ്ട് ജോലിയൊന്നും കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല. കാരണം അതൊക്കെ ഒരു റിസർച്ച് മാസ്റ്റേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതേസമയത്ത് നിങ്ങൾക്ക് ജോലി കിട്ടണോ, നല്ല രസകരമായ ചില ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഒരു ഓപ്ഷനാണ് ഏത്? OCES എന്ന് പറഞ്ഞൊരു എക്സാം, ഓറിയന്റേഷൻ കോഴ്സ് ഫോർ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആൻഡ് സയൻസ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്. അപ്പൊ ന്യൂക്ലിയർ സയന്റിസ്റ്റ് ആവണം എന്ന് ലക്ഷ്യം വെച്ചാൽ നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പ്ലാൻ ചെയ്യാം. ആദ്യം PG എടുക്കുന്നു, PG ഡിഗ്രി എടുക്കുന്നു, PG കഴിഞ്ഞിട്ട് ഈ ടെസ്റ്റ് എഴുതുന്നു, PG കഴിഞ്ഞ് ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ നോക്കി നിങ്ങൾ ഒരു കൊല്ലത്തെ ട്രെയിനിങ്, ആ ഒരു കൊല്ലത്തെ ട്രെയിനിങ്ങിൽ 30,000 വെച്ച് സ്റ്റൈപ്പൻഡ് കിട്ടും. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആലോചിച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് C ഗ്രേഡ് സയന്റിഫിക് ഓഫീസറായിട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റമിക് എനർജിയുടെ യൂണിറ്റിൽ ജോലി കിട്ടും. ആറ്റമിക് എനർജി റെഗുലേറ്ററി ബോർഡിലെ ജോലിക്ക് കയറാം. നല്ല രസകരമായ ഓപ്ഷൻസാ. ബാബ ആറ്റമിക് റിസർച്ച് സെന്ററിലും ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ ആറ്റമിക് റിസർച്ച് ഒക്കെ പോലുള്ള 10-18 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും നിങ്ങൾക്ക് സയന്റിസ്റ്റ് ആയിട്ട് കയറാം. ഇതൊരു ഓപ്ഷൻ. ഈ എലിജിബിലിറ്റി ഒന്ന് വായിച്ചു നോക്കി നിങ്ങൾ. രസം എന്താണെന്നറിയോ? ഫിസിക്സ് കഴിഞ്ഞാൽ, ജിയോളജി കഴിഞ്ഞാൽ, ബിടെക് കഴിഞ്ഞാലൊക്കെ ചെയ്യാട്ടോ അത്. പക്ഷേ അത്ഭുതം എന്താണെന്നറിയോ? അഗ്രികൾച്ചറോ ബയോകെമിസ്ട്രിയോ മൈക്രോബയോളജിയോ മോളിക്കുലർ ബയോളജിയോ ബയോടെക്നോളജിയോ ജനറ്റിക്സോ ബോട്ടണിയോ സുവോളജിയോ, അവിടെ ടെക്നോളജിക്കാരുണ്ടല്ലോ. ഫുഡ് ടെക്നോളജി കഴിഞ്ഞ MSc ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി കഴിഞ്ഞാൽ വരെ ഈ ടെസ്റ്റ് എഴുതാം. ഈ ടെസ്റ്റ് എഴുതി പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂക്ലിയർ സയന്റിസ്റ്റ് ആവാം. ഇങ്ങനെ ഒരു ഓപ്ഷൻ 29 വയസ്സ് വരെ. വേറൊന്ന് നോക്ക്, നാട്ടിൽ മുഴുവൻ ഇപ്പൊ എന്താണ് ഈ ഫോറൻസിക് സയൻസിന്റെ ഭ്രമമാണ്. ഫോറൻസിക് സയൻസ് പഠിച്ചുകൊണ്ട് ഫോറൻസിക് സയന്റിസ്റ്റ് ആവണം എന്നില്ല. ഫോറൻസിക് സയന്റിസ്റ്റ് ആവാൻ ഫോറൻസിക് സയൻസ് പഠിക്കാൻ വേണ്ട. സത്യത്തിൽ കേരളത്തിലെ 4 ഫോറൻസിക് ലാബുകൾ ഉണ്ടല്ലോ. തലശ്ശേരിയിലുണ്ട്, കോഴിക്കോടുണ്ട്, അങ്ങ് തൃശ്ശൂരുണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്. അവിടെയൊക്കെ ഫോറൻസിക് അസിസ്റ്റന്റും ലാബ് അസിസ്റ്റന്റ് ആയിട്ടും വിളിക്കുന്ന ബേസിക് സയൻസുകാരെയാണ്. ഇതേ നോക്ക്, ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് സ്കീം ഫോറൻസിക് സയൻസ്, ഡയറക്ടറേറ്റ് ഓഫ് ഫോറൻസിക് സയൻസിന്റെ കീഴിലാണ്. എന്തൊക്കെയാ അവിടെ ഉള്ള ഫെലോഷിപ്പുകൾ? ഏതൊക്കെയാ? ഫോറൻസിക് കെമിക്കൽ സയൻസസ്, കെമിസ്ട്രി, നാർക്കോട്ടിക് ഡ്രഗ്സ്, ദെൻ എക്സ്പ്ലോസീവ്സ്, ടോക്സിക്കോളജിയിലൊക്കെയാണ് അത് വരിക. ദെൻ ഫോറൻസിക് ഫിസിക്കൽ സയൻസ്, ഫിസിക്സ്, ബാലിസ്റ്റിക്സ്, ഇമേജ് പ്രോസസിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടത്. ഫോറൻസിക് ബയോളജിക്കൽ സയൻസ്, ദെൻ ബയോളജി, സെറോളജി, DNA ഫിംഗർപ്രിന്റിംഗ്, ഓസ്റ്റിയോളജി, ഓഡന്റോളജി, ഇങ്ങനത്തെ ഏരിയ. സോറി സാറ് സ്ലൈഡ് ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഫസ്റ്റ് സ്ലൈഡിൽ തന്നെയാണ് നിൽക്കുന്നത്. ഫസ്റ്റ് സ്ലൈഡിൽ തന്നെ ഇപ്പൊ കാണുന്നുണ്ടോ? അതിങ്ങനെ കാണിക്കാം. ഇതാ നോക്കി നിങ്ങള്, രസകരമാണ്. അതിന് ഓരോന്നിനും ഇതൊക്കെ ഞാൻ കാണിച്ചിരുന്നു കേട്ടോ. ഇല്ല, സ്ലൈഡ് ഇപ്പോഴും മാറുന്നില്ലല്ലോ സർ. മാറുന്നില്ല? എനിക്ക് മാറുന്നില്ല. ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? ഇല്ല സർ, മാറുന്നില്ല. മാറുന്നില്ല? എന്തോ ഒരു സാങ്കേതിക തകരാർ. ഇപ്പൊ മാറി സർ. ഇപ്പൊ കാണുന്നുണ്ടോ? ഇപ്പൊ കാണുന്നു. അവിടെ ഇന്റർനെറ്റ് കണക്ഷൻ എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. സാർ ഫുൾ സ്ക്രീൻ ആക്കുക എന്നാ കുറച്ചുകൂടെ. അല്ല, ഫുൾ സ്ക്രീനിന്റെ ഒരു പ്രശ്നം. ഫുൾ സ്ക്രീൻ ആവുമ്പോഴാണോ ഇത്? അല്ല, ഇതുവരെ ഫുൾ സ്ക്രീൻ ആയിരുന്നില്ല. ഞാൻ അതുകൊണ്ടാണ് മാറാത്തതെന്ന് വിചാരിച്ചു.
സാബിക് സാർ കാണുന്നുണ്ടോ? ബയോസയൻസസ് കാണുന്നുണ്ട്. ഇപ്പൊ ഒറ്റ മിനിറ്റ് നിങ്ങൾ പോലെ ഓക്കെ, മാറിയോ? മാറി. ഓക്കെ, താങ്ക് യു. അപ്പൊ അതാ നോക്ക്, അഗ്രികൾച്ചറും ബയോകെമിസ്ട്രിയും മൈക്രോബയോളജിയും മോളിക്കുലർ ബയോളജിയും ബയോടെക്നോളജിയും ജനറ്റിക്സും സുവോളജി ഒക്കെ പഠിച്ച ആളുകൾക്ക് ഒരേ ന്യൂക്ലിയർ സയന്റിസ്റ്റ് ആവാം. ഇനി നോക്ക്, നിങ്ങൾ അടുത്ത് നോക്കിയ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് സ്കീം ഫോറൻസിക് സയൻസ് ഡിപ്പാർട്ട്മെന്റിലാണ്. ഫോറൻസിക് സയന്റിസ്റ്റ് ആവാൻ ഫോറൻസിക് സയൻസ് പഠിക്കണമെന്നില്ല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അത് വേണ്ടതില്ല. നിങ്ങൾ നോക്കി ഇന്ത്യയിൽ കേരളത്തിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ 4 സ്ഥാപനങ്ങൾ, അവിടെ ഫോറൻസിക് അസിസ്റ്റന്റ് ആവാൻ സുവോളജിയും കെമിസ്ട്രിയും ബയോളജിയും മൈക്രോബയോളജിയും ഫിസിക്സും കഴിഞ്ഞ ആളുകൾ മതി. അതുകൊണ്ടാണ് ഇതാ നോക്കി നിങ്ങൾ ഫോറൻസിക് കെമിക്കൽ സയൻസോ ഫോറൻസിക് ബയോളജിക്കൽ സയൻസോ ഫോറൻസിക് ഫിസിക്കൽ സയൻസോ ഫോറൻസിക് ഡോക്യുമെന്റ് സയൻസ് വരെ, പ്രത്യേകിച്ച് ഈ സൈബർ ഫോറൻസിക്സുമായിട്ട് ബന്ധപ്പെട്ടത്, അതിന്റെ എലിജിബിലിറ്റിയാണ് രസം. കണ്ടോ, ഫസ്റ്റ് ക്ലാസ് മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ്. ഫിസിക്സും കെമിസ്ട്രിയും ബയോകെമിസ്ട്രിയും ആന്ത്രപ്പോളജിയും മൈക്രോബയോളജിയും മാത്തമാറ്റിക്സും ഫിസിക്സ് സബ്ജക്റ്റ് ആയിട്ടുള്ള മാത്സ് ബയോടെക്നോളജി മൈക്രോ ഇതെല്ലാം കഴിഞ്ഞ ആളുകൾക്ക് പഠിക്കാം. കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ ആളുകൾക്ക് വരെ നമുക്കിത് ചെയ്യാം. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, നമ്മൾ കൃത്യമായിട്ടൊരു ധാരണ, ഈ ഒരു സമയം അടുത്ത 3 വർഷം ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പ്രിപ്പ് ടൈം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഒരു പ്രിപ്പറേറ്ററി ടൈം ആയിട്ട് ഇതിനെ കാണണം. നിങ്ങൾ എത്താൻ പോകുന്ന, നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്ന, നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു കരിയർ, അൾട്ടിമേറ്റ് കരിയർ ഓപ്ഷൻസിലേക്കുള്ള ഒരു പ്രിപ്പറേറ്ററി ടൈം ആയിരിക്കണം ഏത്, ഈ 3 വർഷം. അതോടൊപ്പം കണ്ടന്റ് ഓറിയന്റേഷനിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട ടൈം. ഇതാ നോക്കി ഏട്ടാ, സാബിക് സാർ ചേഞ്ച് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? ഉണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട് സാർ. ATC എയർ ട്രാഫിക് കൺട്രോൾ. ഓക്കെ. ഇതാ ഞങ്ങളോട് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ വിളിക്കുന്ന 200 പോസ്റ്റുകൾക്ക് വേണ്ടി വിളിച്ചിരുന്നു ലാസ്റ്റ് ഇയർ ഇൻ ദ സെൻസ് കൊറോണക്ക് മുമ്പ്. ഏജ് ലിമിറ്റ് മാക്സിമം 27, സാലറി 16,400 മുതൽ അങ്ങോട്ട്. ഇതാ നോക്കിയേ, കൺട്രോൾ ഓൺ ടേക്ക് ഓഫ് ക്രാഫ്റ്റുകളുടെ ലാൻഡിങ് ആൻഡ് ടേക്ക് ഓഫ് കൺട്രോൾ ചെയ്യില്ല. Then അത് travel safety and punctuality, degree with the physics and mathematics, ഡിഗ്രി തലത്തിൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ്. നിങ്ങൾ ആലോചിക്കുക, ഈ ഒരു പോസ്റ്റിന് വേണ്ടി നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യുന്നു ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ ഡിഗ്രി ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും അത് തന്നെ ചെയ്താൽ മതി. ദെൻ റിട്ടൺ എക്സാം, ഇന്റർവ്യൂ, വോയിസ് ടെസ്റ്റും ഉണ്ടാവും. ഒന്നും വേണ്ട, ഞാനൊരു എല്ലാ ഡിഗ്രിക്കാരോടും പറയും, ഈ ഒരു ടെസ്റ്റ് മാത്രം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കും. ഈ ഒരു ഒറ്റ ടെസ്റ്റ് മാത്രം. എന്താണ് ഈ ടെസ്റ്റിന്റെ പ്രത്യേകത? കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവലിൽ SSC നടത്തുന്ന സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ടെസ്റ്റ് ആണ്. ഒരു 40 ഇയർ എക്സാം അത്. 40 ഇയർ എന്താണ്? 40 ഇയറിൽ ഫസ്റ്റ് ഇയറിൽ MCQ ആണ്, സെക്കൻഡ് ഇയറിലും MCQ ആണ്, തേർഡ് ഇയർ ഡിസ്ക്രിപ്റ്റീവ് ആണ്, ഫോർത്ത് ഇയർ സ്കിൽ ടെസ്റ്റ് ആണ്. അതിൽ ഫസ്റ്റ് ഇയറിൽ നോക്കിയാൽ നിങ്ങൾ ജനറൽ ഇന്റലിജൻസ്, ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് 50 മാർക്ക് ചെയ്ത 200 മാർക്ക് ടെസ്റ്റ് എഴുതി പാസ്സായാൽ അടുത്ത ഇതിലേക്ക് പോകും. ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി 100 questions 200 marks, English comprehension 200 questions 200 marks. തേർഡ് ടിയർ ഉണ്ട്, നല്ല രസം. തേർഡ് ടിയർ സ്കിൽ ഒരു ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ആണ്, ഒരു ആർട്ടിക്കിൾ ടോപ്പിക് തരും, അതെഴുതണം. നാലാമത്തുണ്ട്, ശരിക്കും നാലാമത്തത് സ്കിൽ ടെസ്റ്റ് ആണ്. ഇതിന്റെ ഇടയിൽ ഈ ബികോംകാർ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ബികോംകാരും സ്റ്റാറ്റിസ്റ്റിക്സുകാർക്കും അവരുടെ സബ്ജക്ട് ഓറിയന്റഡ് ടെസ്റ്റ് ഒരെണ്ണമുണ്ട്. അതെന്തിനാ? അക്കൗണ്ടിങ് അസിസ്റ്റന്റ് ആയിട്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ആയിട്ട് ജോലി അവർക്ക് സ്പെസിഫിക് ഉണ്ട് ആ ജോലിക്ക് വേണ്ടി. ഇത് ടെസ്റ്റ് എഴുതി പാസ്സായാൽ നോക്കി നിങ്ങൾ CBI ഇൻസ്പെക്ടർ, ഡിവിഷണൽ അക്കൗണ്ടന്റ്, സ്റ്റാറ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ, ഓഡിറ്റർ, അക്കൗണ്ടന്റ്, UD ക്ലർക്ക്, ടാക്സ് അസിസ്റ്റന്റ്, കമ്പൈലർ. അതിന് പുറമെ സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സിൽ, നാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയിൽ, NIA ഇൻസ്പെക്ടർ ആയിട്ട് ജോലിക്ക് കയറും. നല്ല വൃത്തിയായിട്ട് വർക്ക് ചെയ്താൽ ഒരു 8 കൊല്ലം കൊണ്ട് പ്രൊമോഷൻ കിട്ടി ഡെപ്യൂട്ടി കമ്മീഷണർ ആവും. 5000 മുതൽ 12,000, 14,000, ഒരു ഘട്ടത്തിൽ 21,000 വരെ പോസ്റ്റുകൾക്ക് ഇത് വിളിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതന്നെ ഒരു പണിയാക്കി എടുത്താൽ മതി, ഇതന്നെ ഒരു പണിയാക്കി എടുക്കുക. ദെൻ വീണ്ടും നോക്കിയേ, CAT കോമൺ അഡ്മിഷൻ ടെസ്റ്റ്. നിങ്ങളുടെ മമ്പാട് MES കോളേജിൽ വന്ന ഒരു പയ്യനുണ്ടായിരുന്നു എൻ്റെ അടുത്ത് കുറെ മുമ്പ്, നിലമ്പൂർക്കാരനാ. എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ പുതിയ ബിസിനസിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞപ്പോ പുതിയ ബിസിനസ്സോ, ഞാൻ പഴയ ബിസിനസ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ആ പഴയ ബിസിനസ്, എന്നോട് ഒരു പഴയ ബിസിനസ് ഉണ്ടായിരുന്നു. എന്നോട് ഞാൻ എന്തായിരുന്നു കച്ചവടം? ഹലോ, അപ്പൊ എന്നോട് പറഞ്ഞു എന്ത്, ഞാൻ ചോദിച്ചു എന്ത് ബിസിനസ് ആയിരുന്നു? എന്നോട് പഞ്ചാര കച്ചവടം ആയിരുന്നു. ഞാൻ പഞ്ചാര കച്ചവടം മനസ്സിലായില്ല. അവൻ പറഞ്ഞു അത് ഈ എന്താണ് പറയാ, ഈ വൈറ്റ് നമ്മൾ പ്രോസസ് ചെയ്ത ഷുഗറിന് പകരം പ്രോസസ് ചെയ്യാത്ത ഷുഗർ
അത് ആരോഗ്യത്തിന് നല്ലതാണ്, ഒരുപാട് ഇഷ്യൂസ് സോൾവ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആരോഗ്യത്തിന് നല്ല, മറ്റേത് വൈറ്റ് പേഴ്സൺ ആണ്, അത് ആരോഗ്യത്തിന് പ്രശ്നമാണ്, അതുകൊണ്ട് അത് കഴിക്കാൻ പാടില്ല എന്നുള്ള ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്ക് ഉത്തരേന്ത്യ എന്നൊക്കെയുള്ളൊരു ഇത് ടീമിൽ നിന്നാണ് കുറെ ടീം ഇവിടെ വന്നു സംസാരിച്ചു. ഞാൻ ബിസിനസ്സിന് ഇറങ്ങി, പാപ്പ കുറച്ച് പൈസയൊക്കെ തന്നു, അതുകൊണ്ട് ഇറങ്ങി തിരിച്ച് ഷുഗർ ഒക്കെ കൊണ്ടുവന്നിട്ട് മാളുകളിലൊക്കെ സാധാ ഷുഗറിന് 30, ദെൻ ഈ ഷുഗറിന് 70 രൂപ. പക്ഷെ അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ആളുകൾ അവെയർ ആണെങ്കിൽ ആളുകൾ വാങ്ങും, ഭയങ്കര ഇത് ആരോഗ്യത്തിന് ഭയങ്കര സംഭവമായതുകൊണ്ട് എല്ലാവരും വാങ്ങും. അതുകൊണ്ട് ഞാൻ എല്ലാ മാളുകളിലും കൊണ്ടുപോയി അങ്ങ് വെച്ച് ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കില്ല. അവസാനം ചോറിനും ഷുഗർ, ചായക്കും ഷുഗർ, അച്ചാറിനും ഷുഗറൊക്കെ കൂട്ടി അടിക്കേണ്ടി മൂപ്പര് തന്നെ തിന്നു തീർക്കേണ്ടി വന്നു. കച്ചവടം പൊളിഞ്ഞു. ഇപ്പൊ പുതിയ അച്ചാർ, പുതിയ ഇതിനെ കുറിച്ചാണ് ബിസിനസ്. എന്നോട് പറഞ്ഞു ഈ ഇലുമ്പിപ്പുളി എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ആ സാധനം എന്താണ്, ഈ അച്ചാർ ഇട്ട് കഴിഞ്ഞ് കൊളസ്ട്രോൾ ഒക്കെ കുറക്കും, അത് അച്ചാർ എക്സ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ പറഞ്ഞു ചവിട്ടി കൂട്ടി പള്ളകളെയും മര്യാദ പോയി പഠിക്കണമെന്ന് പറഞ്ഞു. ഡിഗ്രി ഇങ്ങോട്ട് കഴിഞ്ഞിറങ്ങിയിട്ട് മൂപ്പര് ഇപ്പൊ തന്നെ കച്ചവടം. ഞാൻ അവനെ കൊണ്ട് ക്യാറ്റ് പ്രിപ്പയർ ചെയ്യാം, ക്യാറ്റ് ഒന്നും എന്നെ കൊണ്ടാവില്ല. അവൻ നീ ക്യാറ്റ് പ്രിപ്പയർ ചെയ്യും, എന്നിട്ട് ക്യാറ്റ് തന്നെ കിട്ടണമെന്നും വേണ്ട, പക്ഷെ ക്യാറ്റ് പ്രിപ്പയർ ചെയ്താൽ സിമാറ്റ് എങ്കിലും കിട്ടുന്നില്ല. എന്നിട്ട് നീ ആദ്യം പഠിച്ച് കുറച്ച് ഒരു ബിസിനസ്സിലൊക്കെ വർക്ക് ചെയ്ത് ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാം, ബിസിനസ്സിലേക്ക് പോകാം. അപ്പൊ അത് നന്നായി പ്രിപ്പയർ ചെയ്യിപ്പിച്ചു. സിമാറ്റ് നല്ല വൃത്തിയായിട്ട് അവൻ ക്യാറ്റാണ് എഴുതിയത്, ക്യാറ്റിൽ സ്കോർ ഏതാണ്ട് 58 എങ്ങാണ്ടേ വന്നുള്ളൂ. പക്ഷെ സിമാറ്റിൽ നല്ല സ്കോർ ഉണ്ടായിരുന്നു. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ MBAക്ക് അഡ്മിഷൻ കിട്ടി. ഫീസ് വളരെ കുറവ്, 1,00,000 താഴെ ആയിട്ടുള്ളൂ എന്ന് എന്നോട് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നോയിഡയിൽ വലിയൊരു ഫുഡ് പ്രോസസിങ് കമ്പനിയിലെ ജൂനിയർ മാനേജർ പോസ്റ്റ് കിട്ടി. 42,000 രൂപ സാലറിയിൽ വർക്ക് ചെയ്യുക. അപ്പൊ എന്നോട് പറഞ്ഞു, വന്നിട്ട് എന്നെ കാണാൻ വന്നു, ചായ കുടിച്ച് ഞങ്ങൾ ഒന്നിച്ച്. എന്നോട് പറഞ്ഞു ഇപ്പോഴാണ് ശരിക്കൊരു കത്തണത്, ഇപ്പൊ ബിസിനസ് എന്താണെന്ന് ശരിക്കും ഞാൻ മനസ്സിലാവും. അതിന്റെ ഒരു മാർക്കറ്റിംഗ്, അതിന്റെ പ്രോസസ്സ് എല്ലാം പഠിക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ബിസിനസ്സിലേക്ക് വരാല്ലേ. ഓ നോക്ക്, നിങ്ങൾ മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, സേവിയസ് അഡ്മിഷൻ ടെസ്റ്റിന് വേണ്ടിയുള്ളത് ഞാൻ പരിചയപ്പെട്ടു. ചങ്ങായി ഉണ്ട്, അവൻ എന്റെ കഥ പറഞ്ഞു, അവന്റെ കഥ പറഞ്ഞു എന്നോട് പറഞ്ഞു ഞാൻ ബീഹാറിലാണ്, പാറ്റ്നയില് ആയിരുന്നു, അവിടെ പഠിച്ചുകൊണ്ട്, ബീഹാറിലല്ല അന്ന്, ബീഹാറില്ല, പാറ്റ്നോടനുബന്ധിച്ച് പിന്നീട് ജാർഖണ്ഡിലേക്ക് മാറി, റാഞ്ചിയിലെത്തി പെട്ടു കുടുംബം. ആ റാഞ്ചിയില് അച്ഛൻ്റെ ജോലി, അപ്പൊ അച്ഛന്റെ ജോലി അവിടെ ആയതുകൊണ്ട് അവിടെ താമസിച്ചു. കളിക്കൂട്ടുകാരനുണ്ടായിരുന്നു സ്കൂളിൽ. അവന്റെ വീട്ടിൽ ചെന്നപ്പോ വീട്ടിൽ ഭയങ്കര പ്രശ്നം, 2-3 പ്രാവശ്യം കളിച്ചു. പിന്നെ ഒരു പ്രാവശ്യം അച്ഛൻ കണ്ടപ്പോ അച്ഛൻ ചീത്ത പറഞ്ഞു, കൂട്ടുകാരന്റെ അച്ഛൻ, എന്തിനാ അങ്ങോട്ട് വരണത്, ഇവിടെ വരാൻ പാടില്ല, എന്റെ കുട്ടീനെ വിടക്കാക്കും നീയൊക്കെ കൂടി, നിന്നെ പോലെ ഒരു കുട്ടിയൊന്നും ഇവിടെ കയറേണ്ട ആളല്ല എന്നൊക്കെ കൊണ്ട് ഭയങ്കരമായിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് 19 വയസ്സുള്ള ഒരു മനുഷ്യൻ ഭയങ്കരമായിട്ട് കയർത്ത് സംസാരിക്കാൻ ചൂടാവുക, ഓടിച്ചു. അച്ഛന്റെ കൂടെ ഒരു ദിവസം സ്കൂളിലേക്ക് പോകുമ്പോ വണ്ടി തടഞ്ഞു നിർത്തി, പോലീസുകാരൻ ചീത്ത പറഞ്ഞു, അച്ഛനെ തല്ലി. അങ്ങനത്തെ ഒരു വല്ലാത്തൊരു സാമൂഹിക അന്തരീക്ഷത്തിൽ വളരുന്ന ഒരാളാ. അച്ഛൻ എന്ത് ചെയ്തു, കയ്യിലുണ്ടായിരുന്ന കുറച്ച് സ്ഥലം, മക്കളെ കെട്ടിക്കാൻ വേണ്ടി വാങ്ങി വെച്ച സ്ഥലം വിറ്റിട്ട് പൈസ കൊടുത്തിട്ട് പറഞ്ഞു എന്താക്കിയാലും വേണ്ടിയില്ല, പോയി എന്തെങ്കിലും ചെയ്ത് സിവിൽ സർവീസ് നേടിയിട്ട് വരാൻ പറഞ്ഞു. സിവിൽ സർവീസ് നേടിയിട്ട് ഡൽഹിയിൽ പോയി ചെറുക്കൻ എന്ത് ചെയ്തു, റാവുസ് IAS അക്കാഡമിയുടെ ടെസ്റ്റ് എഴുതി, സ്കോളർഷിപ്പ് കിട്ടി. 10-20 രൂപ കയ്യിലുള്ളൂ, 15 രൂപ കൊടുത്ത്, ബാക്കി 5 രൂപയും കയ്യിൽ വെച്ചുകൊണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ നിങ്ങൾ വായിക്കണം. ആ പൈസയും കൊണ്ട് നിങ്ങൾ നോക്കിയ ഡ്രൈനേജിന്റെ മേലെ കെട്ടിയുണ്ടാക്കിയ, ഒറ്റ ഇഷ്ടി കൊണ്ട് കെട്ടിയുണ്ടാക്കിയ വീട്ടിൽ താമസിച്ച്, ടെമ്പിൾ ഫുഡ് നിവേദ്യ ചോറും കഴിച്ച്, ഉണക്ക റൊട്ടിയൊക്കെ കഴിച്ച് പ്രിപ്പയർ ചെയ്ത ഒരാള് അതും കഴിഞ്ഞ് വന്ന് അച്ഛനോട് പറഞ്ഞു ജോലിക്ക് പോകണം. പോകുമ്പോ അച്ഛന്റെ വണ്ടിയിൽ പോകാനാണ് എനിക്കിഷ്ടം, എന്റെ വണ്ടിയിൽ പോകാൻ എനിക്ക് താല്പര്യമില്ല, ഔദ്യോഗിക വണ്ടിയിൽ പോകാൻ താല്പര്യമില്ല. അങ്ങനെ അച്ഛനും മോനും കൂടി ജാർഖണ്ഡില് റാഞ്ചി ഡിസ്ട്രിക്റ്റില് പോയിട്ട് ആദ്യത്തെ ജോലി ഏറ്റുവാങ്ങുന്ന ഒരു സീനുണ്ട്. ഗോവിന്ദ് ജയ്സ്വാൾ IAS. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഗോവിന്ദ് ജയ്സ്വാൾ IASന്റെ ലൈഫ് വായിച്ചു, കഥ വായിച്ചു എന്ന് ഞാൻ അതിനെ പറയില്ല. അദ്ദേഹത്തിന്റെ ലൈഫ് വായിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തെന്താണെന്നറിയോ, 48ാമത്തെ റാങ്കാണ് 2006. 474 സക്സസ്ഫുൾ കാൻഡിഡേറ്റ്സിനിടയിൽ 48ാം റാങ്ക്. അദ്ദേഹം
അതുപോലെ ഇതൊന്നും നടന്നു. അപ്പൊ ഞാൻ മിനി സിവിൽ സർവീസ് കമ്പയർഡ് ഗ്രാജുവേറ്റ് ലെവലിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ സിവിൽ സർവീസിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ ഞാൻ നിങ്ങളോട് UNOയിലെ ജോബ്സിനെ കുറിച്ച് പറഞ്ഞു, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ. അതിൽ തന്നെ രസകരമാണ്, 9 ഫാമിലികളുണ്ട്, 9 നെറ്റ്വർക്കുകൾ. ആ 9 നെറ്റ്വർക്കിൽ ഓരോ നെറ്റ്വർക്കിലും വ്യത്യസ്തമായ കുറെ ഫാമിലി ജോബുകൾ, ഏതാണ്ട് 4ഓളം കാറ്റഗറികളായിട്ട് ഒരു വലിയൊരു പാരാവാരമാണ് ഈ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന്റെ ജോബ്. ഇപ്പൊ വിളിച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ വിളിച്ചിട്ടുണ്ട്. അഡ്മിനിസ്ട്രേഷൻ, ഇക്കണോമിക്സ്, ഡേറ്റാ സയൻസ്, ഇലക്ട്രോണിക്സ്, ഫിനാൻസ്, ലാംഗ്വേജ് റിലേറ്റഡ്, ലീഗൽ, ലൈബ്രറി, പബ്ലിക് ഇൻഫർമേഷൻ, സോഷ്യൽ ഡെവലപ്മെന്റ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇങ്ങനെ ഒരുപാട് ജോബുകളുണ്ട് അവർക്ക്. ആ ജോബിന് നമുക്ക് സെർച്ച് ചെയ്ത് അസൈൻ ചെയ്ത് വർക്ക് ചെയ്യാം. ഞാൻ കോട്ടയം ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു പെൺകുട്ടി കയറി വന്നിട്ട് എന്നോട് പറഞ്ഞ എന്റെ അമ്മയുണ്ട് കൂടെ. അമ്മയെ ഞാൻ കാണുന്നൊന്നുമില്ല, എന്നോട് പറഞ്ഞ അമ്മയുണ്ട് കൂടെ. ഞാൻ അമ്മയുടെ അവള് മൊബൈൽ കാണിച്ചു തന്നു, മൊബൈലുണ്ട്, അമ്മ ഓൺലൈനാ. എന്നോട് ഞാൻ അമ്മ കുവൈറ്റിലാണ്. ഞാൻ മോളെ അമ്മയോട് സംസാരിച്ചു, ജോലി എന്താ? എന്നോട് കുവൈറ്റിൽ UN ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. കുവൈറ്റിൽ UN ഓഫീസിൽ. ഞാൻ അവിടെ എന്താ നിങ്ങളുടെ പോസ്റ്റ് എന്താ? എന്നോട് ഞാൻ ഫിനാൻസിലാണെന്ന് തോന്നുന്നു. അപ്പൊ അവരുടെ കരിയറിനെ കുറിച്ച് ഞാൻ വിശദമായിട്ട് അവരോട് സംസാരിച്ചു. അവർ പറഞ്ഞ് BCom കഴിഞ്ഞ് MCom ഫിനാൻസ് പഠിച്ചിട്ട് കുവൈറ്റിൽ വേറൊരു ജോലിക്ക് പോയി. അക്കൂട്ടത്തിൽ അവിടെ UN ജോബിൽ എത്തിപ്പെട്ടതാ. ആദ്യം കോൺട്രാക്ട് ജോബില്, പിന്നെ പെർമനന്റ് ജോബില്. രസകരമായ ഓപ്ഷൻസ്. സെൻട്രൽ പോലീസ് ഓർഗനൈസേഷനിൽ, ഡൽഹി പോലീസിലും CRPF ജോലിക്ക് കയറാൻ നിങ്ങൾക്ക് CPO, SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വഴി. എനി ഡിഗ്രിയാണ്, 25 വയസ്സ് വരെ. ടാക്സ് അസിസ്റ്റന്റും അസിസ്റ്റന്റ് അക്കൗണ്ടന്റും ലോജിസ്റ്റിക്സിലും ഒക്കെ BComകാർക്ക് വർക്ക് ചെയ്യാൻ ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒക്ടോബർ 6-5 വരെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് ഇന്ത്യൻ നേവി വിളിച്ചു ലോജിസ്റ്റിക്സിൽ. ഡിവിഷണൽ അക്കൗണ്ടന്റ് പോസ്റ്റ്, ഒരുപാട് ജോബുകൾ. MCom കഴിഞ്ഞാൽ വെറും ലെക്ചർ ആവല് മാത്രമല്ല, ജൂനിയർ മാനേജർ KSFയിൽ, ഫിനാൻഷ്യൽ അസിസ്റ്റന്റ് എയർപോർട്ട് അതോറിറ്റി, ദെൻ ജൂനിയർ ഫിനാൻസ് ഓഫീസർ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. ഇങ്ങനത്തെ ജോബുകളിലേക്ക് വരാം. ഇക്കണോമിക്സ് കഴിഞ്ഞാലോ സ്റ്റാറ്റിക്കൽ ഓഫീസർ ആവാം, ഡേറ്റ അനലിസ്റ്റ് ആവാം, ഇക്കണോമിക് അനലിസ്റ്റ് ആവാം, ബാങ്കിങ് സർവീസസിൽ സ്റ്റാറ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ, റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ, അങ്ങനത്തെ ജോബുകൾ വരാം. സയൻസ് പഠിച്ച ആൾക്ക് ATCയും. അപ്പൊ നിങ്ങൾ ഡിഗ്രി പഠിക്കുമ്പോൾ തന്നെ ATC, സയന്റിഫിക് അസിസ്റ്റന്റ് പോസ്റ്റ്, ലാബ് അസിസ്റ്റന്റ് പോസ്റ്റ്, ഫോറൻസിക് അസിസ്റ്റന്റ്, ജൂനിയർ സയന്റിസ്റ്റ്, ഫോറസ്റ്റ് റേഞ്ചർ കോഴ്സ് PSC നടത്തുന്നത്, ഇമാതിരി ഒരുപാട് സാധനങ്ങളിലേക്ക് നിങ്ങൾക്ക് ജോബുകളിലേക്ക് വരാം. അതുകൊണ്ട് ഇത്തരം ജോബുകളുടെ പ്രിപ്പറേഷൻ ആയിരിക്കണം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. ലാംഗ്വേജ് പഠിച്ച ആളുകൾക്ക് ഒരു എഡിറ്റർ ആയിട്ട്, ഗവൺമെന്റ് പ്രസ്സുകളിൽ പ്രൂഫ് റീഡർ ആയിട്ട്, ഇന്റർപ്രിറ്റർ ആയിട്ട്, ദെൻ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയിൽ, പബ്ലിക് റിലേഷനിൽ, ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ ഓഫീസിൽ ഒരുപാട് ജോബ്. ലാംഗ്വേജ് മാത്രം എടുത്ത് നോക്കും നിങ്ങൾ. ലാംഗ്വേജിൽ നിന്ന് ട്രാൻസ്ലേഷൻ, റിസർച്ച്, ഇന്റർപ്രിട്ടേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ടീച്ചിങ്, പബ്ലിക് ലേണിംഗ്, അത് ജോബിലൊക്കെ വരാം. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും എംബസികളിലും കൾച്ചറൽ ഓർഗനൈസേഷനിലും വർക്ക് ചെയ്യാം. കോർപ്പറേറ്റ് ഹൗസസിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ഇംഗ്ലീഷും ഫ്രഞ്ചും ജർമ്മനും സ്പാനിഷും ഇറ്റാലിയനും ജാപ്പനീസും ടിബറ്റനും പേർഷ്യനും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വളരെ നന്നായി പഠിച്ച് കോമ്പിനേഷൻസ് ആയിട്ട് പഠിച്ച്, പ്രത്യേകിച്ച് സാഹചര്യം കിട്ടുമെങ്കിൽ, സന്ദർഭം കിട്ടുമെങ്കിൽ ഓൺലൈനായിട്ടെങ്കിലും നിങ്ങൾ ഫ്രഞ്ചോ ജർമ്മനോ അറബിക്കോ പഠിക്കുന്നത് ബെസ്റ്റാണ്. കാരണം UN പല ജോബുകളിലും ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. ഇനി അങ്ങോട്ടുള്ള ചില ജോബുകളിൽ ഫ്രഞ്ചും ഫോറിൻ ലാംഗ്വേജിന് വലിയ സ്വാധീനമുണ്ട്. സ്കൂൾ ഓഫ് ലാംഗ്വേജസ്, അതുപോലെ IFLU, ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ്, പഴയ പേരായിരുന്നു സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ്, ബനാറസ് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി. ഫോറിൻ ലാംഗ്വേജ് വേണമെങ്കിൽ ഒരു മെയിൻ കരിയർ ആയിട്ട് ഭവൻസിലും അലയൻസ് ഫ്രാൻസിലും ദെൻ മാക്സിമുള്ള ഭവനിലും ഒക്കെ നിങ്ങൾക്ക് ഫോറിൻ ലാംഗ്വേജുകൾ ഇതിന്റെ കൂടെ തന്നെ പഠിക്കാം. നമ്മുടെ ഡിഗ്രി പഠിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ആഡ് ഓണിനെ കുറിച്ച് ചിന്തിക്കാം. ഡിഗ്രി പഠിക്കുമ്പോൾ പ്രിപ്പറേഷനെ കുറിച്ച് ചിന്തിക്കാം. ഡിഗ്രി പഠിക്കുമ്പോൾ ഒരു കോൺസെപ്റ്റ് ഉണ്ടാവുക, ലാംഗ്വേജ് വിത്ത് മീഡിയ, ലാംഗ്വേജിൽ നിന്ന് ഏവിയേഷനിലേക്ക്, ലാംഗ്വേജിൽ നിന്ന് അഡ്വർടൈസിംഗിലേക്ക്, ലാംഗ്വേജിൽ നിന്ന് ട്രാവൽ ആൻഡ് ടൂറിസത്തിലേക്ക്, ലാംഗ്വേജിൽ നിന്ന് ഫോറിൻ ലാംഗ്വേജിലേക്ക്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, HR, മാർക്കറ്റിംഗ്, കോപ്പി റൈറ്റിംഗ്. ഞാൻ എന്റെ ഈ സ്ലൈഡിൽ കൊള്ളുന്നത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒരുപാട് അങ്ങനെ കോമ്പിനേഷൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ഇപ്പൊ ലാംഗ്വേജ് വെച്ചിട്ട് ഏത് കോമ്പിനേഷനാണ്? മീഡിയയിലേക്കാണോ പോകേണ്ടത്? ഏവിയേഷനിലേക്കാണോ? BA ലിറ്ററേച്ചർ കഴിഞ്ഞിട്ട് BA അറബിക് കഴിഞ്ഞിട്ട് പോകേണ്ടത്? ട്രാവൽ ആൻഡ് ടൂറിസത്തിലേക്കാണോ BA അറബിക്കും BA ലിറ്ററേച്ചറും കഴിഞ്ഞ് പോകേണ്ടത്? ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കണം. ദെൻ അങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിനുവേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ ആയിരിക്കും നീറ്റായി. ഒന്നും നടന്നില്ലെങ്കിലും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെങ്കിലും അഡ്മിഷൻ എടുക്കുക. അലീഗറിൽ, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി CFL, ജാമിയ മില്ലിയ ഇസ്ലാമിയ, ഓരോന്നിനും പ്രത്യേകതകൾ മനസ്സിലാക്കുക. സോഷ്യൽ സയൻസിന് ഏറ്റവും നല്ലതാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, പ്രത്യേകിച്ച് ലാംഗ്വേജ് ബെസ്റ്റ് ആണ്. അങ്ങനത്തെ ഓപ്ഷൻസിനെ കുറിച്ച് ആലോചിക്കുക. നമ്മൾ
വീണ്ടും നോക്കിയ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി സയൻസിന് ഫേമസ് ആണ്, MA കമ്മ്യൂണിക്കേഷൻ, MBA. ദെൻ ജാമിയ മില്ലിയ ഇസ്ലാമിയ മാസ് കമ്മ്യൂണിക്കേഷനിൽ, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഹിസ്റ്ററി, ആർക്കിയോളജി, എല്ലാ ഫീൽഡും ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി നല്ലതാണ്. അപ്പൊ ഒന്നും നടന്നില്ലെങ്കിലും സെൻട്രൽ യൂണിവേഴ്സിറ്റി പ്രിപ്പറേഷൻ എങ്കിലും ഈ ഡിഗ്രി കാലഘട്ടത്തിൽ നടക്കുക. ഫിനാൻസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾ ഏതാണ്ട് 2025 80 ലക്ഷം ജോബ് ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം പ്രതീക്ഷിക്കുന്നത് ബാങ്കിങ്ങില്, ഇൻഷുറൻസിൽ, നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനിയിൽ, പബ്ലിക് സെക്ടർ ബാങ്കുകളിലേക്ക് എണ്ണം എടുത്താൽ ഇതൊന്നും അതിശയോക്തി അല്ല എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ BBA BCom കഴിഞ്ഞിട്ട് MCom ഫിനാൻസിലേക്ക്, BCom BBA കഴിഞ്ഞിട്ട് MFAയിലേക്ക്, മാസ്റ്റർ ഓഫ് ഫിനാൻഷ്യൽ അനാലിസ്റ്റ്, BCom BBA കഴിഞ്ഞിട്ട് MFCയിലേക്ക്, MFM MBA ഫിനാൻസ്, ബാങ്കിങ് ആൻഡ് ഫിനാൻസ്. ബാങ്കിങ് ആൻഡ് ഫിനാൻസിൽ മാത്രം ജോബ് ഓറിയന്റേഷൻ ഉള്ള 7ഓളം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട് ഇന്ത്യയിൽ. അത് മാത്രം എടുത്താൽ മതി. ചാർട്ടേഡ് ഫിനാൻഷ്യൽ കോഴ്സുകൾ, പ്രത്യേകിച്ച് CA CS CMA ACCA, ഇത് കൂടെ ഡിഗ്രിയുടെ കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഷഹബാസ് മുഹമ്മദ് എന്ന് പറഞ്ഞൊരു പയ്യനെ കുറിച്ച് ക്യാറ്റ് എഴുതാം. ക്യാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ക്യാറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മാത്രമല്ല, അക്കൗണ്ടിങ് സർട്ടിഫിക്കറ്റ് അക്കൗണ്ടിങ് ടെക്നീഷ്യനാണ്. +2 കഴിഞ്ഞ ആളുകൾക്കും ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മെർക്കന്റൈൽ ലോയും പ്രിപ്പറേഷൻ ഓഫ് കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ്സും കമ്പ്യൂട്ടർ ട്രെയിനിങ്ങും ഓൺലൈൻ റിട്ടേൺ സബ്മിഷനൊക്കെ പഠിക്കുന്ന കണ്ടന്റ് വരുന്ന 5 മോഡ്യൂൾസ് പഠിച്ച് അക്കൗണ്ടിംഗ് ക്ലർക്കോ അക്കൗണ്ടിംഗ് അസിസ്റ്റന്റൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാം. ഷഹബാസ് കോഴിക്കോട് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പഠിച്ചതാ. ആ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കൂട്ടത്തിൽ CA അങ്ങ് എന്ത് ചെയ്തു? പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കൂട്ടത്തിൽ CA പ്രിപ്പയർ ചെയ്തു. മൺഡേ ടു ഫ്രൈഡേ അവൻ ക്ലാസ് റൂമിൽ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ സാറ്റർഡേ സൺഡേ കോച്ചിങ്ങിന് പോകും. നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. ഫസ്റ്റ് ചാൻസിൽ പാസ്സായി. കേരളത്തിൽ ഫസ്റ്റ് റാങ്ക്, ഓൾ ഇന്ത്യ ലെവലിൽ 15ാം റാങ്ക്. ഞാൻ ഇദ്ദേഹത്തെ കണ്ടു, സംസാരിച്ചു. എന്നോട് പറഞ്ഞു, സാറ് ഭയങ്കര അത്ഭുതമൊന്നും ഇല്ല അതിൽ. ഞാൻ എൻ്റെ ഒന്ന് സ്കെഡ്യൂൾ ചെയ്തു. എൻ്റെ 3 കൊല്ലത്തെ ഞാൻ കൃത്യമായിട്ട് സ്കെഡ്യൂൾ ചെയ്തു. ഞാൻ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു, ഞാൻ രാവിലെ എണീക്കും, ഒരു 6-6:30 മണിക്ക് കഴിഞ്ഞ് ഒരു 7:30-8 മണി വരെ ഇരുന്ന് ക്ലാസ് റൂമിലുള്ളത് വായിക്കും. അത് കഴിഞ്ഞ് ക്ലാസ്സിൽ പോകും. ക്ലാസ് 3 മണിവരെ കഴിഞ്ഞാൽ ഒന്നുകിൽ കളിക്കാൻ പോകും, അല്ലെങ്കിൽ കമ്പനിക്കാരുടെ കൂടെ കമ്പനി അടിച്ച് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്ത് പുറത്തേക്ക് ചായ കുടിച്ച് അങ്ങനെ നടക്കും. ഒരു 6 മണി 6:30 ആകുമ്പോൾ വീണ്ടും പോയിട്ട് എന്ത് ചെയ്യും? ഒരു 10:30 വരെ CAക്കുള്ള പ്രിപ്പറേഷൻ നടക്കും. ശ്രദ്ധിക്കണേ, എന്നോട് അവൻ പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ഈ 3 വർഷം വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് 3-4 മണിക്കൂർ ഞാൻ യൂസ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് കിട്ടിയത്, അധ്വാനിച്ച് കിട്ടിയതാണ്, അത്ഭുതമൊന്നുമില്ല. എന്നോട് അവൻ പറഞ്ഞു, അക്കാഡമിക് കൺസിസ്റ്റൻസിയാണ് CAയുടെ ഏറ്റവും പ്രധാനം. ബ്രില്യൻസോ ഇന്റലക്ച്വലോ ആവണം എന്നതല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇന്ന് 1 മണിക്കൂർ പഠിച്ച് നാളെ 25 മിനിറ്റ്, മറ്റന്നാൾ 15 മിനിറ്റ്, അതിന്റെ പറ്റുന്ന 7 മണിക്കൂർ ഒറ്റ ഇരിക്കുക. അങ്ങനല്ല, കറക്റ്റ് കൃത്യമായി കൺസിസ്റ്റന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ CA കിട്ടും എന്ന് എന്റെ ലൈഫ് തെളിയിക്കുന്നു എന്നാണ് അവൻ പറഞ്ഞത്. ആലോചിച്ച് നോക്കി. മലപ്പുറം ജില്ലക്കാരനാ, 10-12ാം ക്ലാസ് എല്ലാം മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. ഒരു ട്യൂഷനും ഇല്ലാണ്ടാ പഠിച്ചത്. BCom പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രിപ്പയർ ചെയ്തത്. ആലോചിച്ച് നോക്കിയേ. അങ്ങനെ ഓപ്ഷൻസ് BCom BBA വെച്ചിട്ട് ഗവൺമെന്റ് ജോബ്സ്, CA CMA CS ഫിനാൻസ് എല്ലാ ഡിഗ്രികൾക്കും ഇങ്ങനത്തെ കോമ്പിനേഷൻ വർക്ക്ഔട്ട് ചെയ്യാം. ഒന്ന് പ്ലാൻ ചെയ്താൽ സുന്ദരമായിട്ട് കോമ്പിനേഷനുകൾ ഉണ്ടാക്കി നല്ല ജോബിൽ എത്താം. ബാങ്കിങ്ങിലും ഇൻഷുറൻസിലും ടൂറിസം ആൻഡ് ട്രാവൽസിലും ഹോട്ടൽ മാനേജറും മാർക്കറ്റിംഗും അഡ്വർടൈസിംഗും മാനേജ്മെന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കരിയറാണ്. ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് വേണ്ടി ഇപ്പൊ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാൽ ഒരുപാട് രസം. ഇക്കണോമിക്സ് എടുത്ത് നോക്കും നിങ്ങൾ. ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് റിസർച്ചിലോ, ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്സ് ആൻഡ് ഇക്കണോമിക്സിലോ, ഡൽഹി സ്കൂൾ ഓഫ് ഇക്കണോമിക്സിലോ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കണോമിക് ഗ്രോത്തിലോ ഒന്നും വേണ്ട. മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് സ്റ്റഡീസിൽ മാസ്റ്റേഴ്സ് ചെയ്യാൻ തീരുമാനിച്ചാൽ മതി. നല്ല പ്ലേസ്മെന്റാ. അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഫോക്കസ് ചെയ്യാന്നുള്ളത്. ഇക്കണോമിക്സ് കഴിഞ്ഞാലോ മാനേജ്മെന്റും ഫൈനാൻസും റിസർച്ചും മാർക്കറ്റിംഗും ടീച്ചിങ്ങും സിവിൽ സർവീസും സോഷ്യൽ വർക്കും മീഡിയയും അഡ്വർടൈസിംഗും ഹോസ്പിറ്റാലിറ്റി IT ഇങ്ങനത്തെ കരിയറിലെത്താം. ഓപ്പണിംഗ്സ് ഒരുപാടുണ്ട്. ഷോർട്ട് ടൈം പെട്ടെന്ന് ജോലി കിട്ടണമെന്ന് വിചാരിക്കും. സൗണ്ട് എഞ്ചിനീയറിംഗ് ആൻഡ് സൗണ്ട് റെക്കോർഡിംഗ്, മെഡിക്കൽ റേഡിയോ ഐസോടോപ്സ്, റേഡിയോ തെറാപ്പി ടെക്നിക്സ്, പ്രത്യേകിച്ച് മദ്രാസ് ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുക്കുന്ന നാഷണൽ ഫൗണ്ടറി ആൻഡ് ഫോർജ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുക്കുന്ന ഫൗണ്ടറി ടെക്നോളജി, VLSI ഡിസൈൻ, ന്യൂറോ ടെക്നോളജിയിൽ പ്രത്യേകിച്ച് ശ്രീചിത്ര തിരുനാൾ, കാർഡിയാക് ലാബ് ടെക്നോളജി ശ്രീചിത്ര. ദെൻ ഫൈനാൻസിലേക്ക് വന്നാൽ ക്യാപിറ്റൽ മാർക്കറ്റ്, ടാക്സേഷൻ, ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സ് എറണാകുളത്ത് കോഴ്സ് കൊടുക്കുന്നുണ്ടല്ലോ. ടാക്സേഷനിൽ ഷോർട്ട് ടൈം കോഴ്സ് സാറ്റർഡേ സൺഡേയിലോ വെനസ്ഡേയിലോ മാത്രമായിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ മൺഡേ ടു ഫ്രൈഡേ ചെയ്യാം, ഈവനിങ് കോഴ്സായിട്ട്. ബാങ്കിങ് നമുക്കത് പറ്റൂല, അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സാറ്റർഡേ സൺഡേ ക്ലാസ് ആയിട്ട് പോവാം. ബാങ്കിങ്ങിൽ, പോർട്ട്ഫോളിയോയിൽ,
മാനേജ്മെന്റിൽ മെറ്റീരിയൽ, ലോജിസ്റ്റിക്സ്, വെയർഹൗസിംഗ്, സ്റ്റോർ, പർച്ചേസിംഗ്. മാനേജ്മെന്റിൽ തന്നെ 76-ലധികം ഷോർട്ട് ടൈം കോഴ്സുകൾ, ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ. ദെൻ വീണ്ടും നോക്കി നിങ്ങൾ മീഡിയയിൽ കോമ്പിയറിംഗ്, ബ്രോഡ്കാസ്റ്റിംഗ്, സയൻസിൽ മാത്രമായിട്ട് ടെക്നിക്കൽ കോഴ്സുകൾ, ലാംഗ്വേജിൽ കോഴ്സുകൾ, ട്രാൻസ്ലേഷൻ, കോപ്പി റൈറ്റിംഗ്, ഫോറിൻ ലാംഗ്വേജ്, പാരാമെഡിക്കൽ, റേഡിയോളജി, സൈറ്റോ ടെക്നോളജി, എമർജൻസി കെയർ ടെക്നോളജി. റേഡിയോളജി തന്നെ പ്ലസ് ഡിഗ്രി കഴിഞ്ഞ ആൾക്ക് PG ഡിപ്ലോമ ഇൻ ഇമേജിംഗ് സയൻസ്, ദെൻ PG ഡിപ്ലോമ ഇൻ പെർഫ്യൂഷൻ, ഡിപ്ലോമ പെർഫ്യൂഷൻ CMC വെല്ലൂര്. ദെൻ ശ്രീചിത്ര തിരുനാളിൽ കാർഡിയാക് ലാബ് ടെക്നോളജി ഡിഗ്രി കഴിഞ്ഞ ആൾക്ക്, ന്യൂറോ ടെക്നോളജി ശ്രീചിത്രയിൽ തന്നെ BSc കഴിഞ്ഞ ആളുകൾക്ക് PG ഡിപ്ലോമ ഇൻ ന്യൂറോ ടെക്നോളജിയും ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഇങ്ങനത്തെ ഷോർട്ട് ടൈം കോഴ്സുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് പഠിച്ച ആളുകൾക്ക്, ഏതെങ്കിലും ഒന്ന് പഠിച്ച ആൾക്ക് ഇതൊക്കെ ചെയ്യാം. നമുക്ക് ഇമാതിരി കോഴ്സുകളെ കുറിച്ചൊരു ഷോർട്ട് ടൈം കോഴ്സുകളെ കുറിച്ച് മാത്രം ഒരു ധാരണ ഉണ്ടാക്കി അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാം. ദെൻ വീണ്ടും നോക്കിയാൽ നിങ്ങൾ ഓരോന്നും PG സ്പെസിഫിക് ആയത്, ഫിസിക്സുകാർക്ക് മാത്രം മെഡിക്കൽ ഫിസിക്സ്, റേഡിയേഷൻ ഫിസിക്സ്, റേഡിയോളജി ഫിസിക്സ്, ആസ്ട്രോ ഫിസിക്സ്, മെറ്റീരിയൽസ്, മെറ്റീരിയോളജി, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാകും. പിന്നെ ഫെലോഷിപ്പുകൾ, റിസർച്ച് ഫെലോഷിപ്പുകൾ, ഇതെല്ലാം നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കാം. ഞാൻ നിർത്തണം. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞിട്ട്, ഫയർ ട്രെയിനിങ് കോഴ്സ് പറഞ്ഞ കോഴ്സ് ഉണ്ട്. നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സാധനമാണ് ഫയർ ട്രെയിനിങ് കോഴ്സ്. എന്താ അതിന്റെ എലിജിബിലിറ്റി? അത് കോഴ്സ് 14 ആഴ്ചയിലെ കോഴ്സാണ്. 16 ആഴ്ച എന്ന് വെച്ചാൽ ഏകദേശം ഒരു 4 മാസം. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ കണ്ടക്ട് ചെയ്യുന്നത് +2 സയൻസ് വിത്ത് 50% മാർക്ക്, അല്ലെങ്കിൽ +2 വിത്ത് 10th വിത്ത് ഡിപ്ലോമ, 30 വയസ്സ് വരെ എഴുതാം. ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ്, ഹൈറ്റ് 167 സെന്റിമീറ്റർ ഉയരവും, ചെസ്റ്റ് അളവ് എക്സ്പാൻഷനിൽ 5 സെന്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാം, വെയിറ്റ് 55 കിലോയിൽ കുറയാത്തത്. ടെസ്റ്റ് എഴുതി പാസ്സായി കഴിഞ്ഞാൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ നിങ്ങൾക്ക് ഫയർ സർവീസ് മാനേജർ ആവാം, പൈലറ്റ് ആവാം. നിങ്ങൾക്ക് ഒരു പൈസ ചെലവില്ലാതെ ഡിഫൻസിൽ ഷോർട്ട് സർവീസ് കമ്മീഷൻ ഫ്ലൈയിങ് പൈലറ്റ് കോഴ്സ്. സാധ്യമെങ്കിൽ മമ്പാട് MES NCC നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യാം. ഒരുപാട് ഡിഫൻസിനുമായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഹിസ്റ്ററിയിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസും കരിയർ ഓറിയന്റേഷനും, പ്രത്യേകിച്ച് ജോബ് ഓപ്പണിങ്സ് ഒക്കെ പറയാൻ പോയാൽ നമുക്ക് ഒരുപാട് പറയാനുണ്ട്. PG കോഴ്സുകൾ സ്പെസിഫിക് ആയിട്ട് ഡെവലപ്മെന്റ് സ്റ്റഡീസ്, പോപ്പുലേഷൻ സ്റ്റഡീസ്, ഡെമോഗ്രഫി, മാത്തമാറ്റിക്കൽ എക്കണോമിക്സ്, ഫൈനാൻസിൽ MFC, MFM, MFA പോലുള്ള കോഴ്സുകൾ, ബാങ്കിങ്ങിലെ കോഴ്സുകൾ, ഫിനാൻഷ്യൽ അക്കൗണ്ട്സിലെ MFA പൂനെ യൂണിവേഴ്സിറ്റി, ഇൻഷുറൻസിലെ കോഴ്സുകൾ, ഒരുപാട് നമുക്ക് അങ്ങനെ പറയാനുണ്ട്. പ്രത്യേകിച്ച് 2018 നോബൽ പ്രൈസിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. മൈക്രോബയോളജി പഠിച്ച ആൾക്കാണ് മെഡിസിനിലെ നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത്. അവർക്ക് മാത്രമായിട്ട് കുറെ എക്സാമുകൾ എഴുതാം. ഒരുപാട് ആഡ് ഓൺ കോഴ്സുകൾ ഫിസിക്സുകാർക്ക് ചെയ്യാം. PG കോഴ്സുകൾ സയൻസിൽ മാത്രം PG എടുത്ത് നോക്കിയാൽ നിങ്ങൾ അപ്ലൈഡ് മാത്തമാറ്റിക്സ്, അപ്ലൈഡ് ഫിസിക്സും, ഫോറൻസിക് സയൻസും, മറൈൻ ജിയോളജി, മിനറൽ എക്സ്പ്ലോറേഷനും, റേഡിയോളജിക്കൽ ഫിസിക്സും, ഫോറസ്ട്രി, മെഡിക്കൽ ഡോക്യുമെന്റേഷൻ, മെഡിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ, ഒരുപാട് ഇങ്ങനത്തെ കോഴ്സുകൾ. അത്തരം കോഴ്സുകളെ കുറിച്ചും സ്പെസിഫിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാക്കുകയും ഒരു കണ്ടെത്തുക. അപ്പൊ നമുക്ക് പ്ലാൻ ഉണ്ടാക്കുക. അടുത്ത എന്തായിരിക്കണം? അപ്പൊ ഞാൻ പറഞ്ഞു കോമ്പറ്റീവ് എക്സാം, ഷോർട്ട് ടൈം കോഴ്സ്, ദെൻ PG പ്രോഗ്രാമുകൾ, പിന്നെ ഓപ്പൺ ടു ഓൾ. കുറെ പറയാനുണ്ട്. ഇതൊക്കെ പറയാൻ തുടങ്ങിയാൽ നമുക്ക് സമയം ഉണ്ടാവില്ല എന്നുള്ളത് ഞാൻ സ്കിപ്പ് ചെയ്യുന്നതാണ്. പാക്കേജിങ്ങിൽ, GST-യിൽ, ദെൻ അതുപോലെ തന്നെ ഡേറ്റ സയൻസിൽ, BTech-ഉം MCA-യും MSc-യും BCM, BSc കമ്പ്യൂട്ടർ സയൻസും, BCom കഴിഞ്ഞ ആൾക്ക് വരെ, സ്റ്റാറ്റിക്സും മാത്സും കഴിഞ്ഞ ആൾക്ക് പഠിക്കാം ഡേറ്റ സയൻസ്. ഇന്ത്യൻ സ്റ്റാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുക്കുന്ന ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. MStat ഉള്ള കമ്പ്യൂട്ടർ റിലയബിലിറ്റി, ഒരുപാട് മേഖലകൾ. JRF PhD ഉണ്ട് അവിടെ. ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുക്കുന്ന മാസ്റ്റേഴ്സ് പ്രോഗ്രാം. അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്പെസിഫിക് ആയിട്ട് വൈൽഡ് ലൈഫ് സയൻസിലെ കോഴ്സ്, ദെൻ അതുപോലെ തന്നെ സോഷ്യൽ വർക്കിലെ പ്രോഗ്രാംസ്, എനി ഡിഗ്രിക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന മീഡിയയിലെ പ്രോഗ്രാം, എനി ഡിഗ്രിക്കാർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റാലിറ്റി, IT, MCA, മാത്സ് പഠിച്ച ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്നത്, ലോ വേണമെങ്കിൽ ചെയ്യാം, എനി ഡിഗ്രിക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ലോ. ദെൻ അതുപോലെ തന്നെ മീഡിയ കോഴ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഓപ്പൺ ടു ഓൾ എന്ന് പറയുന്ന ഒരുപാടുണ്ട്. അപ്പൊ അത്തരം ഏരിയകൾ, TV ആൻഡ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, then TV and Film Institute Pune, Delhi School of Communication, then Indian Institute of Foreign Trade പഠിക്കാനുള്ളത്, Indian Institute of Population Studies മാത്രം പഠിക്കുക, ബയോസ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കാം, ബ്രെയിൻ റിസർച്ചിന് മാത്രം നാഷണൽ ബ്രെയിൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ച ആളുകൾക്ക് വരെ അവിടെ പഠിക്കാം. അപ്പൊ ഇത്തരം ഓപ്ഷൻസിനെ കുറിച്ച് ഡിസൈനിങ്ങിലും ഫാഷനിലും ഒക്കെ രസകരമായ ഒരുപാട് മേഖലകളും കോഴ്സുകളുണ്ട്. ഇതിനെ കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാക്കുകയും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുകയും ചെയ്യാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ വീണ്ടും അതിലേക്ക് പോവുകയാണ്. ഒരു കൃത്യമായ ഒരു പ്ലാൻ നമ്മൾ എന്ത് ചെയ്യാം? ഒന്ന് ബാക്ക്വേർഡ് പ്ലാൻ, അതോടൊപ്പം നിങ്ങളുടെ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കിയാൽ ഇതിനെ തന്നെ യൂസ് ചെയ്താൽ മതി. നല്ല കരിയർ ചോയ്സിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. 2 അവസാനം 3 കാര്യങ്ങൾ. ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യാം? മാസ്റ്റേഴ്സിനോ
പുറത്തുള്ള കോഴ്സുകൾക്കോ സ്പെസിഫിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കോ വേണ്ടിയുള്ള ഒരു പ്രിപ്പറേറ്ററി ടൈം ആയിട്ട് ഈ സമയത്തെ കാണാം. ഒന്ന്. രണ്ടാമത്തത്, ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് അനുയോജ്യമായ ഗവൺമെന്റ് ജോബ്സിനുള്ള പ്രിപ്പറേറ്ററി ടൈം ആയിട്ട് ഇതിനെ കാണാം. മൂന്നാമത്തത്, സിവിൽ സർവീസ് അടക്കമുള്ള കോമ്പറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യാനുള്ള സമയമായിട്ട് കാണാം. നാലാമത്തത്, പറ്റുമെങ്കിൽ ഷോർട്ട് ടൈം കോഴ്സുകൾ പ്ലാൻ ചെയ്ത് അതിനുവേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷനും പ്ലാനിങ്ങുമായിട്ട് പോവുക. ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടാവുക. പ്ലാൻ ഇല്ലാതിരിക്കുന്നത് ഭയങ്കര അബദ്ധമായിരിക്കുന്നു മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് നല്ല കരിയറിലേക്ക് നിങ്ങൾ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു സൂപ്പർ സോണിക് ഫാസ്റ്റ് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.